ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു എക്സ്കാസ്റ്റ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമുക്ക് രണ്ട് വളരെ വിശിഷ്ട അതിഥികളാണ് ഉള്ളത്. ഒന്ന് introduction വേണ്ട, പിന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. രണ്ട് നമ്മുടെ സ്വന്തം നിസാർക്കാക്ക് ഞങ്ങളുടെ അത്രയും പോലും ഇൻട്രഡക്ഷൻ വേണ്ട, അത്രക്ക് സോഷ്യൽ മീഡിയയിലെ സെൻസേഷൻ ആണ്. റിയാക്ഷൻ വീഡിയോ ആണെങ്കിലും ഇപ്പൊ ജനറൽ ടോപ്പിക്സ് ആണെങ്കിലും എല്ലാം നിസാർക്ക് സംസാരിച്ചു പോകാത്ത ഇല്ല, ഏതൊട്ട് സെറ്റ് വരെ എല്ലാത്തിനും റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അർജന്റീന ടു കേരള. അതിന്റെ ഈ പറഞ്ഞതുപോലെ നല്ലതാണോ ചീത്തയാണോ, പിന്നെ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞതുപോലെ അർജന്റീന വന്നീനെ എതിർത്ത് സംസാരിക്കണ ഫലസ്തീന്റെ കാരണങ്ങളുണ്ട്, ഇസ്രായേലിന്റെ കാരണങ്ങളുണ്ട്, പിന്നെ സെക്യൂരിറ്റി റീസൺസ്. സോ ടോട്ടലി അങ്ങനെ ഒരു അർജന്റീന ടോപ്പിക്കായിട്ട് നമുക്ക് പിടിക്കാൻ പോണ്. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. 559 അറസ്റ്റ്, 192 ഇഞ്ചറി, 2 ഡെത്ത്. PSG കപ്പടിച്ച സമയത്ത് പാരീസിൽ നടന്ന സംഭവമാണ് ഇത്. 1. 2, RCB കപ്പടിച്ച സമയം 33-50 പേര് ഇഞ്ചേർഡ് ആയിരുന്നു, 11 പേര് മരിച്ച്. 35,000 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയത്തിന്റെ അവിടെ 2 ലക്ഷത്തോളം 3 ലക്ഷത്തിന്റെ ഇടയിലെ ആളുകളാണ് തിങ്ങിക്കൂടിയത്. 3. വിജയ് റാലി നടത്തിയ സമയത്ത് 36-41 പേരാണ് മരിച്ചത്. അതേപോലെ തന്നെ 2000 തൊട്ട് 3000 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ അവിടെ പറ്റുള്ളൂ, പക്ഷെ 30,000 തൊട്ട് 25,000 പേര് വരെ തിങ്ങിക്കൂടി. ഇതേ സെയിം സംഭവം നമ്മുടെ നാട്ടിൽ നാളെ മെസ്സിയും കൂട്ടും വരുമ്പോ നടക്കും. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നിലവില് എൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞാൽ നടക്കാൻ പോണത് നമ്മൾ ആരും കാണാത്തൊരു സംഭവമായിരിക്കും, നമ്മൾ ഇന്നവരെ കേൾക്കാത്തൊരു സംഭവമായിരിക്കും. ബോൾ ബേസ് ചെയ്തിട്ട് ഒരു വലിയൊരു ആക്സിഡന്റ് എന്ന് സ്റ്റേഡിയം തന്നെ നോക്കാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ കണക്കും ഇപ്പൊ മെസ്സി വന്നതിലും സ്റ്റേഡിയം ഇപ്പൊ പുതുക്കി പണിയെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതിനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സ്റ്റേഡിയത്തിന്റെ. ഓൾറെഡി സ്റ്റേഡിയത്തിന്റെ വീഡിയോ ചെയ്തപ്പോ ഇതിൽ പറയാൻ പാടണോന്ന് അറിയില്ല, എനിക്ക് കോള് വന്നിരുന്നു. സ്റ്റേഡിയത്തിന്റെ വീഡിയോ ഞാനത് പോസ്റ്റ് ചെയ്തത് കൊണ്ട് കോള് വരുന്ന സ്ഥലത്ത് നിന്ന് കോള് വന്നു. വീഡിയോ ഡിലീറ്റ് ചെയ്ത് കാണാൻ, അല്ലെങ്കിൽ എനിക്കെതിരെ ആക്ഷൻ എടുക്കും. എന്തുകൊണ്ട് ഞാൻ കാണിച്ചത് ആ സ്റ്റേഡിയത്തിന്റെ അവസ്ഥയാണ്. നമ്മൾ തന്നെ ഒരുപാട് ഇപ്പോ എനിക്ക് തോന്നുന്നു ISL ഒരു പയ്യന്റെ കൈമ മറ്റേ ഇത് വീണ്, അതുപോലെ തന്നെ അതിന്റെ സ്റ്റേഡിയം കിടന്ന ആ ഒരു ആക്ച്വലി ഇപ്പോ നമ്മുടെ ഒരു സ്റ്റേഡിയം നോക്കിക്കഴിഞ്ഞാൽ 60,000 തൊട്ട് ഒരു അതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയണത്. ഒഫീഷ്യലി ഇപ്പൊ നമ്മുടെ ഗവൺമെന്റും കാര്യങ്ങളും ഇട്ടേക്കണ 32,000 പേരെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് നടത്തുന്നതാണ്. അതൊരിക്കലും നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ എനിക്ക് അറിഞ്ഞുകൂടാ അത് അവരെങ്ങനെ അതാക്കി എടുക്കുന്നു. ഈ പറഞ്ഞ പറഞ്ഞ തന്നെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിലും സ്റ്റേഡിയത്തിന് അത്രയും ആൾക്കാർ തിങ്ങിക്കൂടിയ ഹോൾഡ് ചെയ്യാനുള്ള ഇത് ഉണ്ടാവും. എന്റെ വിശ്വാസത്തിൽ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് അവര് ഈ സെക്യൂരിറ്റി കൊടുക്കണേന്ന് എനിക്ക് മനസ്സിലായി. കാരണം കേരളം മാത്രമല്ല ഇത് സംഭവിക്കാൻ, അത് കേരളത്തിൽ നിന്ന് മാത്രമുള്ള ജനങ്ങളാണ്. കേരളത്തിൽ നിന്ന് തന്നെ ഈ 14 ജില്ലയിൽ നിന്ന് വന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കും. നമ്മൾ ഒരു ISL കളി എടുക്കുമ്പോൾ ഈ സ്റ്റേഡിയത്തിൽ അതിൽ വേറൊരു സീൻ ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ പറഞ്ഞാലും ടിക്കറ്റ്സിനനുസരിച്ചല്ലേ ആൾക്കാർ എന്തായാലും കേട്ടുള്ളൂ. അതൊക്കെ ഒബിയസ്ലി സ്റ്റേഡിയത്തിനകത്ത്. അപ്പൊ ഈ പുറത്തുണ്ടല്ലോ കാക്കനാട് ഞാന് വന്ന് എന്താ ഒരു അവസ്ഥ നമ്മുടെ ആ സ്റ്റേഡിയത്തിന്റെ പുറത്ത് വരുന്ന ജനങ്ങൾ എത്ര ദിവസത്തേക്ക് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തില് എത്ര ദിവസം ഈ പറഞ്ഞ റോഡ് മാർഗമായിട്ട് ജോലിക്കോ അല്ലെങ്കിൽ എല്ലാത്തിനും പരിപാടിക്ക് ആൾക്കാർ എത്ര ദിവസത്തേക്ക് നിശ്ചലമായിട്ട് എടുക്കും? എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഞാനിതിൽ ഒരു കാര്യം പറയാനുള്ളൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അറിവിലുള്ളൊരു കേസാണ് കേട്ടോ. സത്യത്തിൽ ISL കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് നമ്മുടെ ഇതിനുള്ള ലൈസൻസ് പ്രോപ്പറായിട്ട് കിട്ടാറില്ല. പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ ഫൈൻ അടച്ചിട്ടാണ് ഈ കളികൾ കാര്യങ്ങൾ നടത്താനുള്ള പെർമിഷൻ കിട്ടുന്നത്. അതിനുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി റീസൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചുറ്റുമുള്ള ഷോപ്പുകളില്ലേ, അതൊരു വലിയ പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റുകളോ അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ മതി. ഉണ്ടായിട്ടുണ്ട്. അറിയാല ഏറ്റവും വലിയൊരു നമ്മുടെ ആ ഒരു ഡാൻസിന്റെ ഒരു ഇതുണ്ടായില്ലേ പരിപാടി, MLA പറ്റിയത്, MLA മോളീന്ന് ആ ഒരു റീസൺ അതുകൊണ്ടല്ല. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ സംഭവമാണ്. അതിന്റെ മോളിൽ കയറിയുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെയൊക്കെ. ഇതിപ്പോ മറ്റേ ഈ RCBയുടെ ഇത് നടന്നില്ല ആ സമയത്ത്. ഇപ്പോ നമുക്ക് ഏകദേശം കല്ലൂർ സ്റ്റേഡിയം ചിന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മയ്ക്ക് ഹ്യൂമിഡിറ്റി, ശ്വാസം മുട്ട്, തിക്ക് തിരക്ക് അത്രയായിട്ട് അവിടെ RCB കപ്പടിച്ച് കോഹ്ലി കപ്പ് വയ്ക്കാൻ പറഞ്ഞ 2 ലക്ഷം തൊട്ട് 3 ലക്ഷം വരെ വന്നുള്ളൂ. മെസ്സി വന്ന് ഇപ്പൊ പറഞ്ഞതുപോലെ 14 ജില്ലകളിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോ മെസ്സി അർജന്റീന താമസിക്കാൻ പോണത് ഹോളിഡേ ഇൻ വെണ്ണലയിലാണ്. ആ ഒരു റൂട്ട് മാപ്പ് വെച്ച് കലൂര് വരെ എത്തണ വരെ ആ ഒരു ഡിസ്റ്റൻസ് വരെ തന്നെ എങ്ങനെ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റും? കുറച്ചുപേര് കുറയും.
ഇപ്പൊ റീസെന്റ് കുറച്ചൊരു കുറയും. ഇപ്പൊ ഒരു വിവാദം നിൽക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓക്കെ. ഒരുപാട് കമന്റുകൾ എനിക്ക് തോന്നുന്നു. അല്ല, ഇതിൽ എനിക്ക് വേറെ കേസും കൂടെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ എന്റെ ഒരു ഐഡിയ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ റിപ്പോർട്ടറിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളും അവരായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പലയിടങ്ങളിലായിട്ട് പലതരത്തിലുള്ള ഷോകളും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ മാച്ച് മാത്രമല്ല, കൊച്ചിയില് പല ജില്ലകളിലായിട്ട് മെസ്സിയെ കൊണ്ടുവന്നുകൊണ്ടുള്ള കുറച്ച് പരിപാടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിക്കുന്നത് ക്രൗഡിനെ അത്രയും ഒന്നും കൂടെ കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് കൊച്ചിയിലേക്ക് സ്റ്റേഡിയത്തിലേക്ക് മാത്രമല്ലാതെ ഒരിടത്ത് പ്രോഗ്രാം പോകുമ്പോഴാണ് ഇത്രയും പ്രശ്നം ഉണ്ടാവുക. പക്ഷേ ഈ പറഞ്ഞ പോലെ മെസ്സിനെ ജസ്റ്റ് ഒരു ബസ്സിൽ കാണുന്നതും ഗ്രൗണ്ടിൽ കളിച്ച് കാണുന്നതും രണ്ടല്ലേ. മെസ്സി ഇന്ത്യയിൽ മുമ്പും കളിച്ചിട്ടല്ലോ. നിങ്ങൾ കയറൂലേ? നിങ്ങൾ സ്റ്റേഡിയത്തിൽ കയറും. പരമാവധി ശ്രമിക്കും. ഇതേപോലെ തന്നെയാണ് ഇന്ന് കേരളത്തിലുള്ള ഏതൊരു കുഞ്ഞും. അല്ല ബ്രോ, ഞാൻ പക്ഷെ എനിക്കിതിൽ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അറിവിൽ വെച്ചിട്ട് ഒരു ചെറിയ റീസൺ സ്റ്റേഡിയത്തിൽ കളിപ്പിക്കാൻ പറ്റില്ല എന്നാണെന്നുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കില്ല. ഓൾറെഡി കാര്യം എന്താണെന്നറിയോ? കാര്യങ്ങളൊക്കെ അല്ല, അതുകൊണ്ടല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒക്കെ ഈ പറയുന്നത് പോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ചുറ്റുമുള്ള കുറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവര് എങ്ങനെയാണ് ഇതിൽ നിന്ന് എസ്കേപ്പ് അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ചെറിയ മെയിൻ്റനൻസ് നടത്തിയിട്ട് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഇതിന് പെർമിഷൻ വാങ്ങിച്ചു വെക്കും. ഇതാണ് ഇതിനകത്ത് സംഭവം ഉണ്ടാവുന്നത്. സത്യം പറയുന്ന എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് താല്പര്യമുള്ളൂ. ഞാൻ അത് നമ്മൾ പറയുമ്പോൾ ഓൾറെഡി ഞാനൊരു റൊണാൾഡോ ഫാൻ ആയിട്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത്. സത്യം പറഞ്ഞാൽ അതാണ് എന്നെ കാണുന്നത്. നമ്മൾ പറയുമ്പോ ഇപ്പൊ മെസ്സിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നു, മെസ്സി ഹെയ്റ്റർ ആകുന്നു, ഇതൊക്കെ പറയുന്നു. ഇന്നിപ്പോ പല ആൾക്കാരും ഇപ്പൊ ഫലസ്തീന്റെ ഇഷ്യൂ തന്നെ പല ആൾക്കാരും വീഡിയോസ് ചെയ്യുന്നുണ്ട്. പലരും പറയുന്നു രാഷ്ട്രീയവും സ്പോർട്സും തമ്മില് ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ പല കേസസും നമുക്ക് നോക്കിയാൽ ഇന്ന് ഈ സ്പോർട്സ് പരമായിട്ടുണ്ട്. ഇപ്പൊ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള കളിയല്ല ഈ കഴിഞ്ഞ ദിവസം നടന്നു. എന്തുകൊണ്ട് അവിടെ ഇന്ത്യ ട്രോഫി മേടിച്ചില്ല? അല്ല, അതെന്താ സംഭവം എന്ന് അറിയോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറയും പിന്നെയും ഞാൻ ന്യായീകരിക്കലാവും. പക്ഷെ എന്നാലും ഞാൻ പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയിനില് ഇംഗ്ലണ്ടിലൊക്കെ ഒരു സെയിങ് ഉണ്ട് സ്പോർട്സിനെ കുറിച്ച്, ഫുട്ബോളിനെ കുറിച്ച്. ഫുട്ബോൾ ഇസ് എ സർക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഇത് പൊളിറ്റിക്സുമായിട്ട് കൺസിഡർ ചെയ്യണം അല്ലെങ്കിൽ കണക്ട് ചെയ്യണമെന്ന് താല്പര്യമൊന്നുമില്ല. അവർക്ക് വന്നിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പഴയ റോമൻ മറ്റേ സാധനമില്ലേ, ആൾക്കാരെ കൂടി ഇതിന്റെ വേറൊരു വേർഷനാണ് ഫുട്ബോളായിട്ട് അവർ കാണുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഫുട്ബോളിനെയും പൊളിറ്റിക്സിനെയും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നു. ആ സമയത്ത് റഷ്യനെ ഫിഫ ബാൻ ചെയ്തു. അതേസമയം ഇസ്രായേലിന്റെ വിഷയം വന്നപ്പോ ആ ബാൻ തിരിച്ചു നടന്നില്ല. അതെന്തുകൊണ്ട്? അവിടെ ഡബിൾ സ്റ്റാൻഡേർഡ് ഒരു കാര്യം മറ്റേ ഫുട്ബോളിംഗ് കമ്മ്യൂണിറ്റിയിൽ നിന്നും എല്ലാ സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സും ചേർന്ന് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത് അതിന്റെ അകത്ത് ഏറ്റവും വൈറലായത് കാന്റോണ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് വാർസിനെ കുറിച്ചും ഫലസ്തീനിലെ ഒരെണ്ണം പറഞ്ഞ സംഭവങ്ങളെ കുറിച്ചും. എന്നിട്ട് പോലും ഇപ്പോ ഫിഫ പ്രസിഡന്റ് ആണെങ്കിലും യുഎഫയുടെ ഭാഗത്താണെങ്കിലും ഇസ്രായേൽ ആയതുകൊണ്ട് ഒരനക്കവും ഇപ്പൊ ലാസ്റ്റ് ഫിഫ പ്രസിഡന്റ് പറഞ്ഞ കേസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇസ്രായേലിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ അതല്ല ഞാൻ അത് കഴിഞ്ഞിട്ട് നോക്കി. കാരണം ഞാനിത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആക്ച്വലി എല്ലാവരും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താണ് ഇത് ഫിഫയ്ക്ക് പറയുന്നതിന്റെ ഒരു റീസൺ എന്താണെന്ന് അറിയണമല്ലോ. അപ്പൊ ആർട്ടിക്കിൾ 51 എന്ന് പറയുന്ന റൂൾ അനുസരിച്ചിട്ട്, അതായത് ഫിഫയുടെ റൂൾ അനുസരിച്ചിട്ടാണ് ഈ പറയുന്നത് പോലെ തന്നെ റഷ്യയെ അവർ ബാൻ ചെയ്തിരുന്നത്. ബാനും ഈ പറയുന്ന പോലെ ആക്ഷനും കൊടുത്തിരുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റൻസ് വരുന്ന സമയത്ത് ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ആക്ഷൻ കൊടുക്കാനുള്ള പവറാണ്. എന്തിന്? അതായത് ഒരു മാച്ചിനെയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ആ ഒരു ടൂർണമെന്റിനെയോ അതിന്റെ സേഫ്റ്റിയോ ഇന്റഗ്രിറ്റിയോ ബാധിക്കുമെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന പോലെ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇസ്രായേലിൽ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യമില്ലേ? ഈ ഫിഫ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളത് അങ്ങനെ കേട്ടു. ഇത് പ്രശ്നം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിക്കിൾ 51 പറയുന്ന ഒരു കാര്യമുണ്ട്, സഡൻ ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റൻസസ് എന്ന് പറയുന്നുണ്ട്. ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയം എന്ന് പറയുന്നത് ഒരു ജിയോഗ്രഫിക്കൽ പൊളിറ്റിക്കൽ ഇങ്ങനെ ഒരു നീണ്ടു നിൽക്കുന്ന സാധനവും കുറേ കാലമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആർട്ടിക്കിൾ 51 വെച്ചിട്ട് ഈ പറയുന്ന പോലെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അതാണ് ഈ രണ്ട് സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുമായിട്ട് എടുത്തതിലും ഈ ഇസ്രായേലായിട്ട് എടുക്കാത്തതിന്റെ ഒരു റീസൺ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫിഫ പ്രസിഡന്റ് പറയുന്നൊരു കേസുണ്ട്. പലരും മീഡിയയിലൂടെയും പലയിടങ്ങളിലും പറഞ്ഞു, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഇതുവരേക്കും ഞാനിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പലയിടത്തും തപ്പി നോക്കി, ആരും ഒഫീഷ്യലി ഇതുവരേക്കും ഇസ്രായേലിന്റെ ഒപ്പം കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫിഫയ്ക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല? ഫിഫയ്ക്ക് ആക്ഷൻ എടുക്കണം. ബോഡി സ്പെയിനിന്റെ ഒരു പോസ്റ്റ് പബ്ലിക് സാധനമുള്ളൂ, കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. അതാ പ്രശ്നം. ഇപ്പൊ ഈ പറയുന്ന പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ടും റൊണാൾഡോയ്ക്ക് സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇടാൻ വേണ്ടിയിരുന്ന, കാരണം പബ്ലിക്കായിട്ട് പറഞ്ഞ സാധനം അല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ ജുവന്റസിൽ ഉണ്ടായിരുന്ന സമയത്ത് കൈകൊടുത്തില്ല. എനിക്കറിഞ്ഞൂടാ, ഞാൻ തപ്പിയത് വെച്ചിട്ടുള്ളതാണ്. എന്റെ തെറ്റാണെങ്കിൽ എനിക്ക് ഇതാക്കാം. ഇതുവരേക്കും
ക്രിസ്ത്യാനോ റൊണാൾഡോ പബ്ലിക്കായിട്ട് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനവും ഇല്ല. വന്നിട്ടുള്ള എല്ലാം ഡീപ് ഫേക്കും മറ്റു സാധനങ്ങളുമാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഏതൊക്കെ എഐയുടെ സാധനം കൊണ്ട് തപ്പി നോക്കിയോ, ഇതാണ് പറയണത്. പറഞ്ഞ ഫുട്ബോളേഴ്സ് ഇല്ലാന്നല്ല, പക്ഷെ ഇവരാരും ഒഫീഷ്യലി ഇതുവരെ ഫിഫയ്ക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. ഈ പോഗ്ബ, ഹക്കീം സിയാച്ച് അവരുൾപ്പെടെ ഒരു 55ഓളം കളിക്കാര് യുഎഫയ്ക്കും എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇതിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിക്കിൾ 51 ഞാൻ സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ ആർട്ടിക്കിൾ 51 കേസ് പറഞ്ഞോണ്ട് ഇപ്പൊ ജിയോഗ്രാഫിക്കലി ഇപ്പൊ പറഞ്ഞാൽ ഇത്രയും നാളായതുകൊണ്ട് ഇപ്പൊ റഷ്യയും ഉക്രൈനും വാർ നടന്നിട്ട് ഇപ്പൊ കുറെ നാളായില്ലേ, ആക്ഷൻ അപ്പൊ തന്നെ ഉണ്ടായിരുന്നു. അതാണ് പറയണത്, മനസ്സിലായോ? എന്നിട്ട് പിന്നീട് ഇതിനനുസരിച്ച് അവർക്ക് ആക്ഷൻ മാറ്റണോ തിരുത്തണോ എന്നുള്ള കാര്യങ്ങൾ എടുക്കാം. പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ പാലസ്തീൻ വിഷയം എന്ന് പറയുന്നത് കുറച്ച് കാലങ്ങളായിട്ടിരുന്നതും പിന്നെ അതിനകത്ത് ഈ പറയുന്ന പോലെ ജിയോഗ്രഫിക്കലും പൊളിറ്റിക്കലും പിന്നെ മതവും ഇൻവോൾവ് ആണ്. അതിനകത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ ഫിഫയ്ക്ക് പറ്റില്ല, കാരണം അത് ഫുട്ബോളിന്റെ ബാധ്യതയല്ല എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ, ഞാൻ സത്യം പറയാം, ഹ്യൂമാനിറ്റിയെ കൺസിഡർ ചെയ്യുന്ന ഏതൊരു മനുഷ്യനെ കേൾക്കുമ്പോഴും ഇയാൾ എന്താണ് ഇങ്ങനെ രണ്ട് സാധനം അല്ലേ കാണിച്ചത് വേറെ ഇപ്പൊ സാധാരണ ഒരാളെ ഒരു സാധാരണക്കാരന്റെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ നോക്കുമ്പോ റഷ്യനെ ബാൻ സത്യം. എടാ എന്റെ ആദ്യത്തെ വീഡിയോ ഞാനിത് ചെയ്തത് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ, കാരണം ഇപ്പൊ ഫിഫ ആണെങ്കിലും അത് ഇത്രയും പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യനല്ലേ, അപ്പൊ അയാൾ എന്തെങ്കിലും ചെയ്തതിന് എന്തെങ്കിലും റീസൺ ഉണ്ടാവും വിചാരിച്ചിട്ട് ഞാൻ നോക്കിയതാണ്. കാരണം ഇപ്പോ എന്ത് കേസ് എടുത്താലും ഇസ്രായേലിനെ ബാൻ വൈറ്റ് വാഷ് ചെയ്തല്ല. ഞാനിപ്പോ ഫിഫയുടെ മാത്രം കേസില്ല, ഇപ്പൊ ജനറലി ഇപ്പൊ എന്ത് കേസ് എടുത്താലും ആരാണെങ്കിലും എന്തിൽ നിന്നും ഇസ്രായേലിനെ മാറ്റി നിർത്താൻ ഒരു ഭയമുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇല്ലേ? ഏറെക്കുറെ. പക്ഷെ ഇറ്റലിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു മത്സരത്തിലല്ലേ, ഇറ്റലി കോച്ച് പറഞ്ഞു ഞങ്ങൾ അടിച്ച ഓരോന്നും ഞങ്ങൾക്ക് നേരെ അടിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങൾ ഗോളായിട്ട് അടിച്ചിട്ടുണ്ട് പറഞ്ഞു. എടാ പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആരും ഒഫീഷ്യൽ ആയിട്ട് കംപ്ലൈന്റുകൾ കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം. അതെന്തുകൊണ്ടായിരിക്കും? അതിപ്പോ എനിക്ക് തോന്നണ ഈ പറഞ്ഞ പോലെ അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് ഞാൻ വേറൊരു കേസ് പറഞ്ഞുതരാം. ഇപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മളതെല്ലാവരും ഞാൻ പറഞ്ഞു കഴിയുമ്പോ ഞാൻ ബാഴ്സ ഫാനും മറ്റേ റയലിന്റെ സീനും പറയും, ഫ്ലോറന്റീനോ പെറസിന്റെ കമ്പനിയെ എന്തിനാണ് ബാൻ ചെയ്തത്, എന്തിനാ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തത്? ഇസ്രായേൽ. അത് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൽ ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെയല്ല, ഇസ്രായേലി ടൈപ്പ് ഉള്ളത് അല്ല, ഇസ്രായേലിന് ഫണ്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുള്ളൂ. കാരണം വേറെ പല കമ്പനികളും ഉണ്ടായിരുന്നു, സ്പെയിനിൽ നിന്നുള്ള കമ്പനികളുണ്ട്, പക്ഷെ എന്നിട്ടും അത് ചെയ്തിട്ടില്ല. ഈ പറയുന്ന പോലെ പാലസ്തീന് ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുക്കുന്ന ക്ലബ്ബാണെന്ന് പറഞ്ഞു നടക്കുന്ന ക്ലബിന്റെ പ്രസിഡന്റ് ആരാ? ഫ്ലോറന്റീനോ പെറസ്, ഈ ACSന്റെ ഓണർ. എന്നിട്ട് ആർക്കും ഉണ്ടായിരുന്നില്ല. ഇത് ഞാനത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പം അപ്പോഴാണ് ഞാൻ ഈ ഫുട്ബോൾ ഇസ് നോട്ട് ഈസ് എ സർക്കസ് എന്നുള്ള സാധനത്തെ കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കിയത്. അപ്പൊ അതിനൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് ഈ പൊളിറ്റിക്സും ഫുട്ബോളും കൂടെ ചേർക്കാൻ വലിയ താല്പര്യമില്ല. അതാണ് ഇതിന്റെ പൊളിറ്റിക്സ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അല്ല അതെന്താ സീനെന്ന് അറിയോ? അതല്ല ബ്രോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് വരുമ്പോ ഇന്ത്യയുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ഡെമോക്രാറ്റിക് ആണ്, നമുക്ക് ചിന്തിക്കാം, നമുക്ക് പറയാം, എക്സ്പ്രസ് ചെയ്യാം, ഈ സാധനങ്ങളെല്ലാം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം വരുമ്പോൾ നമുക്ക് ഇത്രയും ഇത് വരുന്നത്. അല്ല ഞാനിനിയിപ്പോ നമ്മൾ ഇന്ത്യയിലോട്ട് എത്തിയില്ല, അതുകൊണ്ട് ചോദിക്കണ്ട. ഇപ്പോ അർജന്റീന വന്നെന്ന് ആദ്യം പറഞ്ഞപ്പോ തൊട്ടേ ഫലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ എടുക്കണ്ട, അത് എടുക്കാണ്ട് തന്നെ ഇത്രയും കാശ് കൊടുത്ത് അർജന്റീനെ കൊണ്ടുവരണോ വേണ്ടോ അതിനെ കുറിച്ച് വട്ടപൂജ ചെയ്യണത്. വട്ടപൂജ എന്തിനു വേണ്ടിയാണോ? ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റിൽ കമന്റ് ഉണ്ട്, പറയാൻ വേണ്ടത് നമ്മുടെ ഗവൺമെന്റ് മിക്കവാറും യൂത്തിന്റെ വോട്ട് കിട്ടി അടുത്തവിടെ ഭരണം വീണ്ടും കിട്ടുമെന്നൊക്കെ പറയും. ഓരോരുത്തർ പറയുന്ന റീസണുകളാണ്, അതായത് അതിൽ വരുന്ന കമന്റുകൾ ഓരോരുത്തരുടെ ചിന്താഗതികളാണ്ടത്. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ കൊണ്ടുതന്നെ എന്ന് പറയുമ്പോ ഓരോരുത്തരുടെ ചിന്താഗതിയാ. ഈ അർജന്റീന നാട്ടിൽ കൊണ്ടുതന്നെ ഇപ്പൊ എനിക്കിപ്പോ മെസ്സിനെ കാണണമെന്ന് പറഞ്ഞാൽ എനിക്കും താല്പര്യമുള്ള ആളാണ്. ഞാൻ മെസ്സി ഫാനല്ല, പക്ഷെ മെസ്സിനെ കാണാൻ എനിക്ക് താല്പര്യം. ഇതേപോലെ തന്നെ എല്ലാവർക്കും ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക്. എന്നാൽ ഈ ഫുട്ബോളിനെ പറ്റി ആധുനികമായിട്ടും ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാൾ, ഒരു വ്യക്തികൾ, ഇന്ത്യൻ ഫുട്ബോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഈ കേരളത്തിൽ വന്ന് ഏതൊരു കളി കളിച്ചിട്ടുണ്ട് ഒഫീഷ്യലായിട്ട്? ഇന്ത്യൻ ടീം ഉണ്ടല്ലോ നമ്മുടെ, ഒരു നല്ലൊരു മാച്ച് അല്ലെങ്കിൽ നല്ലൊരു ലീഗ്, ഒരു നല്ലൊരു ടീമിനെ വിളിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ ഈ നിമിഷം വരെ നല്ലൊരു, ഇവർക്ക് ഫണ്ടിങ് ആണ് വിഷയം. ശരിക്കും പറഞ്ഞാൽ സ്പോർട്സിൽ ഫണ്ടിങ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മെസ്സിയെ കൊണ്ടുതന്നെ 100 കോടിയാ, 100 കോടിയൊന്നും പോരാ, അത് അവർ ഒഫീഷ്യലി പറയുന്ന ഒരു 100 കോടി, അതിൽ കൂടുതൽ ഇവരുണ്ടാകും. പിന്നെ അപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ടീമിന് ഈ പറഞ്ഞ പോലെ ഇത്രയും കാശും ഒടുക്കിയിട്ട് നിങ്ങൾ പറഞ്ഞ കേരളത്തിൽ മെസ്സിയെ കൊണ്ടുവന്ന കാര്യം ഇന്ത്യൻ ടീമിനെ ഈ കൊച്ചിയിൽ ഒരു സ്റ്റേഡിയം ഉണ്ട്, നല്ലൊരു സ്റ്റേഡിയം തന്നെയാണ്. ഇവർ ഇത്രയും കാശ് കൊടുക്കി ഇപ്പൊ സ്റ്റേഡിയം സെറ്റപ്പ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും അവർ മുന്നോട്ട് നീക്കുന്നു. ഒരു ഇന്ത്യൻ ടീമിന് ഒരു ഓഫീസ് നല്ലൊരു മാച്ച് അല്ലെങ്കിൽ നല്ലൊരു കളി വേറൊരു ടീം. ഇപ്പോ
ഇന്ത്യ അർജന്റീന മാച്ച് കളിക്കാൻ പറ്റാത്തത് ഇപ്പോ അർജന്റീനക്ക് എതിരെ കളിക്കുമ്പോൾ ഒരു 120 റാങ്കിങ്ങിന് എബോവ് ഉള്ള ടീമായിരിക്കണം കളിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോ ഇവർക്ക് സത്യം പറഞ്ഞ ഒരു അർജന്റീന ടീമായിട്ട് ഒരു അഗ്രിമെന്റ്, ഇത് എന്തായാലും ഒരു ഫ്രണ്ട്ലി മാച്ച് ആണ്. ഈ ഓസ്ട്രേലിയനെയും ജപ്പാനെ കൊണ്ടുവരുന്ന ഇന്ത്യൻ ടീം തന്നെ വന്നാൽ അതും കൂടി ഒരു മെച്ചമുള്ള കേസായിട്ടാണ്. റൂൾ അനുസരിച്ച് പറ്റില്ല. അതെന്ത് പ്രശ്നം അറിയോ, വേൾഡ് ചാമ്പ്യന്മാരാണ്. ആ വേൾഡ് ചാമ്പ്യന്മാര് ഇന്ത്യയായിട്ട് കളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചാൽ ഞാൻ അങ്ങനെ താത്തിക്കെട്ടി പറയണല്ലോ കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് ലീഗൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് കിടപ്പുണ്ടെന്നുള്ളതാണ്. ഞാൻ വേറൊരു കേസ് ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ പറയുന്നു മെസ്സിയെ കൊണ്ടുവന്നത് ഇത്രയും ചെലവാക്കി കൊണ്ടുവരുന്നു, ഭയങ്കര സംഭവമല്ലേ എന്നുള്ളത്. ഇന്ത്യയില് എന്റെ അറിവില് സ്പോർട്സിൽ എസ്പെഷ്യലി ഫുട്ബോളിൽ ഏറ്റവും വലിയ ഇവന്റ് ഏതാ നടന്നതെന്ന് അറിയോ ഇതുവരെയും? എന്ന് വെച്ചാൽ മെസ്സിയുടെ വിട്ടേക്ക് അതിന് മുന്നേ വരെ അതന്നെ വേൾഡ് കപ്പ്. ഈ വേൾഡ് കപ്പിന് എല്ലാ ജില്ലകൾക്കും അല്ലെങ്കിൽ വേണ്ട നമ്മുടെ മൊത്തം കൺട്രിക്ക് എത്ര സ്പെൻഡ് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. എങ്ങനെ പോയാലും ഏറ്റവും കുറവ് പറയുന്നത് 300 കോടിയുടെ മുകളിലേക്ക് ചെലവ് വന്നിട്ടുണ്ടാവും. ആൻഡ് അതില് ഓരോ ഈ കളി നടന്ന സ്ഥലങ്ങളിലുള്ള സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ട് 100 മുതൽ 200 കോടി വരെയും, ഇതൊരു എസ്റ്റിമേറ്റ് കണക്കാണ്ട, സ്റ്റേഡിയം ശരിയാക്കാൻ വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ട്. ഇത് 2018 നടന്നതാണ് എന്റെ ഓർമ്മ. 17-18 അങ്ങനെ എന്തോ ആണ്. ഫിൽ ഫോർഡൻ ആയിരുന്നു പ്ലെയർ ഓഫ് ദി ടൂർ. ഫോർഡൻ ആയിരുന്നു. ആണോ? പ്ലെയർ ഓഫ് ദി ടൂറിന്റെ ഫോർഡൻ ആയിരുന്നു. ഓക്കെ. പക്ഷെ 17 ഈ സംഭവം അപ്പൊ നീ ആലോചിച്ചു 100 മുതൽ 200 കോടി വരെ ചെലവ് നടത്തിയിട്ടുണ്ട് 2018. അത്രയും ചെലവ് ഈ പറയുന്ന പോലെ സ്റ്റേഡിയങ്ങളിൽ നടത്തിയിട്ടും അതിലൊന്ന് കൊച്ചിയും കൂടെ കേട്ടാ എന്ത് അവസ്ഥ. എനിക്കൊരു 50 കോടി 2018 കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എടാ അത് ഈ ഇൻഫ്രാസ്ട്രക്ചർ ശരിയാക്കാന്ന് പറയുമ്പോൾ അത് മാത്രമല്ല കേട്ടോ, സ്റ്റേഡിയം മാത്രമല്ല, അതിനകത്ത് പല കാര്യങ്ങളും ഇൻവോൾവ് ആയിരിക്കും. ഇതൊരു എസ്റ്റിമേറ്റ്സ് ആണ്. ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ടൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ 2018 കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പൊ 25 എത്തി, എന്തായി? ഒന്നും ആവില്ല. ഇവിടെ 300 കോടി മുടക്കി അർജന്റീന വന്ന് തിരിച്ചു പോയാലും ഇവിടെ ഒന്നും ആവില്ല. അല്ല, പക്ഷെ ഞാൻ അതിനകത്ത് വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഞാൻ നമ്മുടെ കേരള സൂപ്പർ ലീഗ് കേരളയുടെ ഫസ്റ്റ് സീസണിൽ കൊച്ചിയിൽ വെച്ചിട്ട് ലോഞ്ച് നടക്കണം, ഫോസ കൊച്ചിയുടെ ലോഞ്ച് നടക്കുന്ന സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞൊരു കേസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് മാത്രമല്ല, അത് പലരും പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. എസ്പെഷ്യലി ഇന്ത്യയുടെ ഫുട്ബോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതുവരെ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത സാധനമാണ്. അതൊരു വിർജിൻ മാർക്കറ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ പലരും തൊട്ടു വെച്ചിട്ടുണ്ട്, പക്ഷെ ഇന്ന് വരെയും അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ അതൊരു വലിയ മാർക്കറ്റാണ്. ഇത് പിടിക്കണമെങ്കിൽ എന്ത് വേണം? ഇതുപോലെ വലിയ വലിയ ഇവന്റുകൾ നടന്നാലേ പറ്റുള്ളൂ. ഞാൻ ഇപ്പോഴും പറയുന്നത് അർജന്റീന വരുന്നതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് ഞാൻ ചോദിക്കട്ടെ, അർജന്റീന വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്തോരം ഞാൻ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലി നമ്മളെ പറ്റി നല്ല രീതിയിൽ സംസാരിക്കപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി ഈ പറയുന്നത് പോലെ തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് അർജന്റീനക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ടർ ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ഏതൊക്കെ ഭാഷയിലാണ് വന്നുള്ളത്. ഇപ്പോ റിപ്പോർട്ടർ ചാനൽ തന്നെ ആൾക്കാരെ കുറിച്ച് ഇപ്പോ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. അവർക്കെതിരെ ഇതിനു മുമ്പ് പല പല തട്ടിപ്പുകളുടെ കേസുകളും കാര്യങ്ങളുണ്ട്. അപ്പോ അവർക്ക് ഇതിന്ന് എന്തോരം ലാഭം ഉണ്ടാവുന്ന ഇപ്പോ സിമ്പിൾ ആയിട്ട് ചിന്തിക്കാം. അവർക്ക് മാത്രമൊന്നുമല്ല ലാഭം, അത് അവര് ഫണ്ടിങ്ങിന്റെ ഒരു ആളെ നിർത്തിയെന്ന എനിക്ക് എന്റെ ഒരു കണക്കൂട്ടൽ ശരിയാണ്. ആ ഒരു ഫണ്ടിങ് എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു മാസ്ക് സത്യതാണ്. അത് അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോണതാ. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഇത് ഗവൺമെന്റ് തന്നെയാണ് കൊടുക്കുന്നത്. കാശ് കംപ്ലീറ്റ് ഗവൺമെന്റിന്റെ സ്പെൻഡ് പോകുന്നുണ്ട്. ഇതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടില് പിള്ളേർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് മെസ്സിയെ കൊണ്ടുവരിക അവിടെ തീരുന്നുള്ളതല്ല കേട്ടോ. ഒരിക്കലും ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടിലുള്ള ഈ പറയുന്നത് പോലുള്ള സാധനങ്ങൾ സെറ്റായി വന്നാൽ തന്നെ നമ്മുടെ ഇവിടുത്തെ ഇത് ശരിയാവുള്ളൂ. പക്ഷെ ഞാൻ കുറച്ച് മുമ്പൊക്കെ നമ്മൾ സ്ഥിരം പഞ്ചായത്ത് മേളകളൊക്കെ കാണാൻ പോകുന്ന അല്ല, അതിനെ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് പിള്ളേര് കളിക്കണ സങ്കടം വന്നു. ആ മട്ടാവർ ഉച്ചക്ക് വെയിലത്ത് കളിച്ച് എല്ലാം കഴിഞ്ഞോട്ട് കിട്ടണ ചില സമയത്ത് ബോളില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ നമ്മള് മറ്റേ ഇവിടെ തവണ പഞ്ചായത്തിൽ നിന്ന് സ്പോർട്സ് പരമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞില്ല ഈ താട് പ്രശ്നം വരെ നടക്കും, അവർ നടത്തണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ നടക്കും. തെറ്റൊന്നും ഇല്ലാതെ, പക്ഷെ ചില പിള്ളേർക്ക് അത് ക്രൈസാണ്. ആ കൂടി ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലായിട്ട് അത്രയും പേരുടെ ഇടയിൽ ഒരു ഇത്ര നാട്ടിൽ നിന്ന് ടൂർണമെന്റ് കളിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്ന ചിലവരുണ്ട്. നമുക്കൊക്കെ ഈ പറഞ്ഞ മാതിരി നമ്മളൊക്കെ ഒരു ടൈം ആയപ്പോ ഈ കളി തട്ടും, അടുത്ത ആള് വരുമ്പോ അത് തട്ടും, അത് മാറി കൊടുക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞ ടൈമിൽ ഇപ്പൊ ഈ വളർന്നു വരുന്നവർക്ക് അവർക്കൊരു ചാൻസ് ആണ് കിട്ടുന്നത് ഈ കളിക്കാനുള്ള. ചിലപ്പോ അവരെ കളി കണ്ടിട്ട് വേറൊരു ടീം ചിലപ്പോ വേറെ ആരെങ്കിലും ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകും, നല്ല കളിയാണ്. പക്ഷെ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഈ പഞ്ചായത്തുകളിൽ നടക്കുന്ന ആ കളി ഉണ്ടല്ലോ,
വെറുതെയാണ് അവര് സ്പെൻഡ് ചെയ്യണ കാശുണ്ടല്ലോ ശരിക്കും പറഞ്ഞ പതി പിടിച്ച് ചെയ്യുന്നു ഇത് അത്രയാണ് അതിന് സംഭവിക്കണേ. പക്ഷെ ഞാനത് പറഞ്ഞത് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വലിയ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പ്രീമിയർ ലീഗിന്റെ തന്നെ സീസൺ അവസാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാഹുലിനെ മറ്റേ ഇതിനും കൊണ്ടുപോയല്ലോ നമ്മുടെ ഇവിടുത്തെ സെവൻസിന്റെ പരിപാടി വെസ്റ്റ് ഹാം കൊണ്ടുപോയി. പക്ഷെ എനിക്ക് ആ ലീഗിന്റെ പേര് ഓർമ്മ കിട്ടണില്ല. അത് സെവൻസ് പോലത്തെ നമ്മുടെ ഇവിടുത്തെ സെവൻത്ത് പോലത്തെ അവിടുത്തെ പരിപാടിയാണ്. ഇതിനെല്ലാത്തിനും റീസൺ എന്ന് പറയുന്നത് ആൻഡ് എസ്പെഷ്യലി ഇപ്പൊ നോക്ക് പ്രീമിയർ ലീഗ്, ലാ ലീഗ രണ്ടിലും മലയാളത്തിനെ പിടിക്കാനും അതുപോലെ തന്നെ ഇന്ത്യയെ പിടിക്കാനും ഇന്ത്യയുടെ ട്രാക്ക് സാധനങ്ങൾ ഈ സംഭവങ്ങൾ വെച്ചുകൊണ്ട് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ല മാർക്കറ്റ് ആണെന്നുള്ള ബോധം അവർക്കുണ്ട്. നല്ല മാർക്കറ്റാണ് ഫുട്ബോള്, സ്പോർട്സ്. അപ്പൊ ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിസിബിലിറ്റി കിട്ടണമെങ്കിൽ ഈ പറയുന്ന പോലെ മെസ്സിയെ പോലുള്ള വലിയ ആൾക്കാർ ഞാനും അതിൽ പറയണ്ടേ. ഇപ്പൊ ISL കുറച്ചു കാലം മുമ്പ് വന്നപ്പോ നല്ലോണം വിമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഇപ്പോഴും കേൾക്കുന്നുണ്ട്, ഒരു കുറവൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, പക്ഷെ ആ ISL ഉണ്ടായിരുന്നോണ്ടാണ് ഈ പറയുന്ന പോലെ അറ്റ്ലീസ്റ്റ് റൊണാൾഡോയുടെ ടീം ഇന്ത്യയിലേക്ക് കളിക്കാനെങ്കിലും വരുന്നത്. കാരണം ആ കളി വന്നു, നമ്മളിപ്പോ എവിടെ പോണു, ഈ പറയണ പോലെ തന്നെ ആ ലീഗിൽ കളിച്ചു. അവിടെ നിന്നുള്ള സംഭവം ഏഷ്യ കപ്പിന്റെ ഏഷ്യൻ സെക്കൻഡ് കപ്പാണ് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിന്റെ 2. അതെ AFC കപ്പ്. ഇതിനൊരു റീസൺ വന്നില്ലേ. അപ്പൊ ഇതുപോലെ സംഭവങ്ങൾ നടക്കണ്ടെന്ന് ഇവിടെ ആരും പറയണില്ല. ഇവിടെ ഉള്ള ഒരു മെസ്സിയാണോ പ്രശ്നം? ഏതാ പ്രശ്നം? മെസ്സി അല്ല പ്രശ്നം. ഇവിടെ ഫുട്ബോളുകൾ കാണുന്ന ഫുട്ബോളിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യനും മെസ്സി ഒരു പ്രശ്നമേ അല്ല. അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കോടിക്കണക്കിന് കാശ് മുടക്കി നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ഇത് ഇന്ത്യക്ക് വേണ്ടിയല്ല ഇത്രയും കാശ് മുടക്കുന്നത്, കേരളത്തിന് വേണ്ടിയാണ്. കേരളത്തിന് വേണ്ടി ഇത്രയും കാശ് മുടക്കി അർജന്റീന എന്ന് പറഞ്ഞ ലോക ചാമ്പ്യന്മാരെ കൊണ്ടുവന്നതിന് ശേഷം ഓസ്ട്രേലിയ എന്നുള്ള ടീമായിട്ട് മാച്ച് കളിച്ചതിന് ശേഷം കേരളത്തിന് എന്താണ്, കേരള ഫുട്ബോളിന് ഈ പറഞ്ഞ പോലെ ഇത് കണ്ടുവരുന്ന ആൾക്കാർക്ക് നാളെ നമ്മുടെ പിള്ളേരും നമ്മുടെ ഇനി തലമുറക്ക് പറയാൻ പറ്റും ഞങ്ങളുടെ നാട്ടില് കൊൽക്കത്തയിലല്ലേ? അതിപ്പോ കേരളത്തിലല്ലോ. കേരളത്തിൽ പക്ഷെ അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, കേരളം എന്ന് പറയുന്ന ഒരു ഇപ്പൊ ഞാൻ എന്തൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ രാഹുൽ അവിടെ പോയിട്ടുള്ള സമയമാണെങ്കിലും പലയിടത്തും നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ലീഗ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അറിയാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അത് എനിക്ക് ആ ഒരു ജർമ്മൻ കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്, എനിക്ക് അവന് ഓർമ്മയില്ല, എപ്പോഴും ഇവിടെ വന്നിട്ട് പുള്ളി ആദ്യം ഇട്ട ഒരു വീഡിയോയുടെ അടിയില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ISL സാധനത്തിൽ ഇട്ട സമയത്ത് എവിടെയൊക്കെ ഇങ്ങനെ ഒരു ലീഗ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അടക്കമുള്ള കമന്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ പുള്ളി ഇപ്പൊ റെഗുലർ ആയിട്ട് ഇടണോണ്ട് പുള്ളിയുടെ ഒരു എല്ലാ ലീഗും ഹാംബർഗിന്റെ കട്ട ഫാൻ. ഫസ്റ്റ് മറ്റേ ISL നടക്കുമ്പോ അതിന്റെ സ്റ്റേഡിയത്തിന് ആ കോളേജിന്റെ ഫസ്റ്റ് ഉണ്ട് എല്ലാം പകർത്തി. നല്ല പുള്ളി നൈസ് മനുഷ്യനാണ്. അങ്ങനെ ഞാൻ പറയണത് ഞാനിപ്പോഴും നമ്മൾ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്ന അറിയോ, അർജന്റീന നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം എന്ന് അതാ ഞാൻ പറഞ്ഞത്. വിസിബിലിറ്റി ചെറിയ കാര്യമല്ല. അർജന്റീന വന്ന് പോകുന്നവരല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ഇവന്റ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ നമുക്കൊരു വേൾഡ് കപ്പ് ഇവിടെ ഹോസ്റ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഇതല്ലാതെ ഫുട്ബോളിൽ ബിഗസ്റ്റ് ഇവന്റ് എന്താന്ന് ചോദിച്ചാൽ എന്താ? ഇനിയിപ്പോ പറയുമ്പോ ആലോചിച്ച് നോക്കടാ, നീ ഇപ്പൊ പറ, ഏഷ്യയിൽ വേറെ ഏത് കൺട്രിയാണ് ഇതുപോലെ ഇപ്പൊ മെസ്സിയെ കൊണ്ടുവന്ന് കളിപ്പിച്ചിട്ടുള്ള ഒരു രാജ്യം ഏതാണെന്ന് നമുക്ക് പറയാനുള്ളത്? ശരിക്കും ചൈനയെ മാത്രം എടുക്കല്ലേ, ചൈന ബാക്കിയുള്ള രാജ്യങ്ങൾ മാത്രം എടുക്കല്ലേ? സൗദിയുടെ കേസ് എടുത്താലും ഇപ്പൊ ഖത്തറിന്റെ സൗദിയിൽ എന്തുകൊണ്ട് ആവശ്യമില്ല എന്ന് പറയുന്നു? സൗദിയിൽ കുറച്ചു കാലം മുമ്പ് വരേക്കും അവരുടെ പൈസ എറിഞ്ഞ് അവർ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് സൗദി ലീഗ് എന്ന് പറയുന്ന ലീഗ് ആൾക്കാർ 10 പേര് അറിഞ്ഞത്, അല്ലേ? അപ്പൊ അതൊരു എക്സാമ്പിൾ അല്ലേ? പക്ഷേ അത് ഒരു മതി. ക്രിസ്ത്യാനോ റൊണാൾഡോ, ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഹേറ്റ് ഉള്ളതുകൊണ്ട് പറയില്ല. സൗദി ലീഗിൽ ഈ പറയുന്ന പോലെ ഇൻവെസ്റ്റ്മെന്റ് വേണം എന്നുള്ളത് കൊണ്ടും ഈ വരുന്ന ഒരു അവരുടെ ഒരു ടാർഗറ്റ് ഉണ്ട്, ഈ പറയുന്ന പോലെ വരാൻ ആ സാധനം ഉള്ളതുകൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത് ക്രിസ്ത്യാനോനെ നിർത്തിയിരിക്കുകയാണ് ഒരു ഫേസ് ആയിട്ട്. അല്ലെങ്കിൽ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ക്രിസ്ത്യാനോക്ക് ഉണ്ടാവും? ക്രിസ്ത്യാനോക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്ന ഒരു ക്ലബ്ബ് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഈ സമയത്ത് എടുക്കുമോ? ഇത് ഞാൻ കുറ്റമായിട്ട് പറയണം, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അല്ല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ അപ്പോഴോടെ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ സൗദി ഇറക്കിയ കേസാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് ഞാൻ പറയാൻ വേണം. ഈ പറഞ്ഞ പോലെ കേരള ഗവൺമെന്റിന്റെ കയ്യിൽ എന്തോരം ഉണ്ട്, സൗദി കിങ്ഡത്തിന്റെ കയ്യിൽ നിന്നുള്ളത് രണ്ട് കേസാണ്. പിന്നെ അതേപോലെ തന്നെ സൗദി ഈ പറഞ്ഞ അല്ല, അപ്പോ പറയാൻ കേസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ
ക്രിസ്ത്യാനോട് അവര് ലോങ് ടേം ആയിട്ട് അതും പോരാണ്ട് സൗദിയുടെ ബ്രാൻഡ് ആക്കിയിട്ട് face ആക്കിയിട്ട്. അങ്ങനെ ഫുൾ ആയിട്ടാണ് അത്രയും. അപ്പോ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, ചെറിയൊരു ലോങ് ടേം ഇതുമല്ല. പക്ഷെ ഇവിടെ ഒറ്റ മാച്ച് 90 മിനിറ്റിന് ഇത്രയും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്. അതാണ് ഞാൻ ഇവന്റ് ചെയ്യുന്നുണ്ട്, നമ്മളൊരു വലിയ പ്രോഗ്രാമാണ് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിസിബിലിറ്റി വരണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് മുമ്പും അവളോ ഇഷ്ടം പോലെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല കർഷകനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ഈ പറയുന്ന പോലെ പെട്ടിട്ടില്ല. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അവരത് അതൊരു ഇനീഷ്യൽ കളിയാണ്. കേസുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിലാണ് ശരിക്കും പറഞ്ഞ സൗദി ടീമിന്റെ ഒരൊറ്റ പ്രകടനം. അതെന്തുകൊണ്ടാണ് അല്ല അതിന് മുന്നേ അവർ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി, അതുകൊണ്ടാണ് സൗദി അത്ര അടിപൊളിയായത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ സൗദിയിൽ ഇങ്ങനെ ഒരു ടീം അല്ലെങ്കിൽ സൗദിയിൽ ഇത്ര അത് അർജന്റീന തോപ്പിച്ചുകൊണ്ടല്ലേ ഇറങ്ങിയത്? ഞാൻ ഇന്റർവ്യൂ കൊടുത്താണ് സൗദിയുടെ സൗദി ജയിച്ചപ്പോ. ഞാനതിൽ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും സൗദിയുടെ വിസിബിലിറ്റി കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വലിയ ഇവന്റുകൾ ഞാൻ ഫണ്ട് ചെയ്തു എന്നുള്ളത് മാത്രമല്ല കേട്ടോ വേണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇവന്റുകൾ, പ്ലേയേഴ്സ് ഇതിനെയൊക്കെ കൊണ്ടുവന്നും ഈ പറയുന്ന പോലെ ലീഗുകൾ നടത്താൻ. അല്ല സൗദി ഇപ്പോ ഫുട്ബോൾ മാത്രമല്ല, ഫോർമുല 1 ആയിക്കോട്ടെ, MMA ആയിക്കോട്ടെ, എല്ലാത്തിലും അവര് ഒരേപോലെ എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ അതിനുള്ള ഫണ്ട് ഉണ്ട്, സോഴ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ നാടാക്കിനല്ല. അതാ ഞാൻ തിരിച്ചു വെച്ചൊരു കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ഇവിടെ ഫണ്ട് ഇറക്കാൻ പറ്റും എന്നുള്ളതിനൊരു എക്സാമ്പിൾ ആണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് ഇറക്കിയാൽ ഫുട്ബോളിന്റെ വലിയ വലിയ ഇവന്റുകളും ക്ലബ്ബുകൾക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മാർക്കറ്റാണ് ഇതെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഈ വിസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നോ യുണൈറ്റഡിന് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം, ഫണ്ട് ചെയ്യാം. ഇവിടെ ഏതെങ്കിലും ഒരു ക്ലബിനെ ഫണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി ഇപ്പൊ AC മിലാൻ ഇവിടെ ഉണ്ടല്ലോ. അല്ല ഇപ്പോ ഈ പറഞ്ഞ പോലെ അത്ലറ്റിക്കോടെ ഈ പറഞ്ഞ പോലെ മാഞ്ചസ്റ്ററിന്റെ മുംബൈ സിറ്റി ഉണ്ട്. അപ്പൊ അതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കേറി വരണം. സിമ്പിൾ ആണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പിള്ളേർ, നല്ല ടാലന്റ് ഉള്ള പിള്ളേരുണ്ട്, നമുക്കറിയാം. ഫുട്ബോൾ സ്കില്ലുള്ള ടാലന്റ് ഉള്ള പിള്ളേരുണ്ട്. ഒരുപാട് പേർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു 6-7 മാസം മുമ്പ് ഞാനൊരു ഇത് ചെയ്തിരുന്നു, ട്രയൽസിന്റെ, യൂറോപ്പിലേക്കുള്ള ട്രയൽസിന്റെ ഒരു ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. നമ്മുടെ മലപ്പുറമായിട്ടായിരുന്നു അതിന്റെ ട്രയൽസ് നടന്നത്. ഞാൻ വീഡിയോ ചെയ്ത് അവിടെ ന്യായമായിട്ട് പിള്ളേർ, നല്ല രീതിക്ക് പിള്ളേർ വന്നു, ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഫണ്ട് എന്ന് പറയുന്നത് അവർക്ക് അഡ്മിഷൻ ഫീ ആദ്യം 100 അഡ്മിഷൻ ഫീ പറഞ്ഞു പുള്ളി. പക്ഷെ ലാസ്റ്റ് ആയപ്പോ അവർക്ക് നിയന്ത്രിക്കാൻ അപ്പുറമായി പോലീസ് കേസ് വരെ ഓൾറെഡി പറഞ്ഞെന്ന് പറയാം. നമുക്ക് പോലീസ് കേസ് വരെ ആയ അവിടെ അവർക്ക് പെർമിഷൻ എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടായിട്ട് കേസ് വരെ ആയി. ആ ഒരു ഇത് വന്നിട്ട് പല പിള്ളേർക്കും സെലക്ഷൻ കിട്ടി. ഈ വീഡിയോ ചെയ്ത എന്നോട് തന്നെ പിള്ളേർ ചോദിക്കുക കാശ് ആയിരുന്നു. 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപയാണ് ഇവിടുന്ന് യൂറോപ്പിലേക്ക് ട്രയൽസിന് വേണ്ടി അവർക്ക് ആ ടീമിലേക്ക് പോകണമെങ്കിൽ. ഇങ്ങനെ ഏതെങ്കിലും രാജ്യത്ത് ഇതേപോലെ ഏതെങ്കിലും രാജ്യത്ത് പിള്ളേർ ഇതുപോലെ ടാലന്റ് ഉള്ളവർക്ക് ഇപ്പോഴും അല്ലേ ഫണ്ടിന് അതല്ലേ നമ്മൾ കാണുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പല രാജ്യത്തിന്റെ പ്ലേയേഴ്സ് എല്ലാം മറ്റു രാജ്യത്തിന് വേണ്ടി കളിക്കുന്നതിന്റെ ഒരു വലിയ റീസൺ ഇങ്ങോട്ടാണ് കൊടുക്കുന്നത്. നല്ല നല്ല പ്ലേയേഴ്സിന് ഫണ്ടാണ്. പിന്നെ അതുപോലെ നമ്മൾ ചിന്തിച്ചാൽ ഈ യൂറോപ്പ് അല്ലെങ്കിൽ ഇപ്പൊ മറ്റുള്ള കൺട്രീസിൽ നോക്കി കഴിഞ്ഞാൽ ചെറിയ പിള്ളേരെ തൊട്ട് അവര് ട്രെയിൻ ചെയ്ത് എടുക്കുകയാണ്. ഫുട്ബോളിൽ ടാലന്റ് ഉള്ള പിള്ളേരെ കൊണ്ട് ട്രെയിൻ. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, സ്വന്തമായിട്ട് അവൻ ട്രെയിൻ ചെയ്യണം. പക്ഷെ അവന് അവസരങ്ങളും നിഷേധിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുള്ളി പറഞ്ഞ കേസ് എന്ന് പറഞ്ഞ പോലെ ഇത്രയും ഫണ്ട് മുടക്കി നമുക്ക് ഇങ്ങനെ വലിയൊരു ടീമിനെ എത്തിക്കാൻ കഴിയുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇതേപോലത്തെ കൊച്ചു കൊച്ചു പിള്ളേർക്ക് ഈ ചെറിയ ഫണ്ട് കൊടുത്ത് അവരെത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ പറ്റണില്ലല്ലോ. എടാ അതാ ഞാൻ പറഞ്ഞടാ, ഇതിപ്പം നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഇപ്പൊ ഗവൺമെന്റിന്റെ ഒരു പരിപാടി നമുക്ക് ഈസി ത്രൂ ഇപ്പൊ 10 പേർക്ക് ഇങ്ങനെ സാധനം ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്പോർട്സിന് ഒരു സ്കീം ചെയ്യാം എന്നൊന്നും പറഞ്ഞിട്ട് നാളെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി അല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള കുറെ ടൈം എടുക്കും. പിന്നെ എന്തിന് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല, ഈ പറയുന്ന പോലെ ഫണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് എന്തിനു ചെയ്യണം, അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്നത് പോലെ തന്നെ ഫണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലെയും ഇതിന് ഇപ്പോഴും ഞാൻ പറയട്ടെ ഒരു പ്രൊഫഷൻ ആക്കിയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ക്രിക്കറ്റ് ഒക്കെ വിട്ടേക്ക്, അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സംഭവമുണ്ട് ഇന്ത്യയില്. അല്ലാതെ വേറെ ഏത് സ്പോർട്സിന് ഇപ്പൊ എന്നാലും ഇല്ല, ക്രിക്കറ്റ് വെച്ചാൽ മതി. ബാക്കി ഞാൻ ഇതെടുത്താൽ തന്നെ അവസ്ഥ. എല്ലാരും ഈ സീസൺ സമയത്ത് കളിക്കും, അല്ലാതെ ചില സമയത്ത് മറ്റു പണികൾ എല്ലാ വർക്കുകളും ചെയ്യുന്ന കൂടുതൽ. അപ്പൊ അതിന് ഈ പറയുന്ന പോലെ അതാ ഞാൻ ബ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യം, ഈ പറയുന്ന പോലെ I-ലീഗ് മുമ്പ് ഉണ്ടായിരുന്നു. എനിക്ക് എത്ര പേര് ഫോളോ ചെയ്തിരുന്നു എനിക്കറിയില്ല. ISL വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ I-ലീഗിനെ കുറച്ചും കൂടെ അറിഞ്ഞു തുടങ്ങിയത്. കേരളത്തിൽ ഇപ്പൊ ഈ സൂപ്പർ ലീഗ് കേരള എന്ന് പറയണില്ലേ, ഇതുപോലെ കേരളത്തിന് മുമ്പ് ഒരു ടൂർണമെന്റ് ഉണ്ട്. കേരളത്തിന്റെ സ്വന്തം ടൂർണമെന്റ് ഉണ്ട്. ഏതാ? കേരള സൂപ്പർ ലീഗ് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ SBI ഒക്കെ നിങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞത്? ഓരോ ടീമിന്റെ അത് ടീം ക്ലബാണ്. അതുപോലെ KCB-ക്കില്ലേ, പക്ഷെ ഇപ്പൊ അടച്ചു നിർത്തിയെന്നാണ് എന്റെ. പോലീസ്
ഇതെല്ലാം നടത്തിക്കൊണ്ടിരുന്ന കേരളത്തിന്, എനിക്ക് കൃത്യം ലീഗിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, കേരള എന്തോ ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള ലീഗാണ്. അതൊരു ഫുട്ബോൾ ടൂർണമെന്റ് ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നതാണ്. ആ ലീഗ് ഇപ്പൊ നടക്കുന്നുണ്ടാവുമായിരിക്കും. എനിക്ക് ടീമുകളുണ്ട്. ഇപ്പൊ KCB ഉണ്ട്, KSRTC ഉണ്ട്. KSRTC ഒക്കെ നിർത്തിയെന്നാണ് എന്റെ അറിവ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ക്ലബ്ബുകൾ വരാതെ എങ്ങനെയാണ് അപ്പൊ നമ്മളിപ്പോ കളിക്കാൻ സ്ഥലം വേണം, ഒന്ന് കളിക്കാൻ ക്ലബ്ബുകൾ വേണം, പിന്നെ നടത്താൻ ടൂർണമെന്റുകൾ വേണം. കളിക്കാൻ സ്ഥലമില്ല. അല്ല, അത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ അടിയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ നമ്മുടെ പിള്ളേർക്ക് കളിക്കാനുള്ളതായിട്ട്? എടാ അത് വിട്, വെറുതെ ഒരു ഗ്രൗണ്ടെങ്കിലും കൊടുത്തൂടെ? അതുമില്ലല്ലോ. ഈ ഗ്രൗണ്ട് പോലും ആഷിക്ക് പിച്ച് റിപ്പോർട്ട് വിളിക്കുന്നുണ്ട്, എടുക്കണം. എടാ ഇവിടെ മെസ്സിയുടെ അടി നടന്നോണ്ടിരിക്കണം പറഞ്ഞു. ഹലോ ഹലോ, ഞങ്ങളിത് പോഡ്കാസ്റ്റിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ ആന്റപ്പനുണ്ട്, നിസാർ ട്രൈക്കോ ഉണ്ട്, ലൈവാണ്. അല്ല, ഒന്നും പറയണില്ലേ? ഓക്കെ ഓക്കെ. ഞാനൊരു കേസ് പറയട്ടെ. അല്ല, ഇപ്പൊ ഞാൻ ഇപ്പൊ വേറൊരു കേസ് ചോദിക്കാം. ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇതിനിടയിൽ വിട്ടുപോയി. ഈ ഫുട്സാൽ പരിപാടികൾ കൊണ്ടുവന്നത്, ഫുട്ബോളിന്റെ ഒരു ഇവന്റുകൾ ഭയങ്കരമായിട്ട് കൊണ്ടുവരാനാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ISL ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം, FSDL അല്ലേ അതിന്റെ സ്പോൺസർ ആയിട്ട്, സോറി, കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നവര്. അവര് പോലും പ്രതീക്ഷിച്ചതുപോലെ അവർക്കൊരു ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഇപ്പൊ ഈ ഉണ്ടാവുന്ന പ്രശ്നം ഉണ്ടായത്. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെയൊക്കെ ഈ പറയുന്ന പോലെ ഇവന്റുകൾ ഒന്ന് നടക്കണം. കുറച്ചും കൂടെ ഗവൺമെന്റ് ഇതിനകത്ത് കുറേയും കൂടെ റൂൾസിൽ കുറെ കാര്യങ്ങൾ മറ്റല്ല. ശരിക്കും പറഞ്ഞാൽ ഈ സ്പോർട്സിനോട്ട് രാപ്പല്ലാണ്ട് ഞാൻ ഉൾപ്പെടെ കേട്ടോ, എന്നെ ഉൾപ്പെടെ ഞാൻ പറയാണ്, നമ്മള് വാഗോണ്ട് പറയാനും അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ട്, നമുക്ക് ഫുട്ബോള് നമുക്ക് ഇഷ്ടമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാറിയാവൂ. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഒരു കളി നടന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയാം, ബേസിക്കായിട്ട് ഞാൻ പറയാണ്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ത്യൻ വേൾഡ് കപ്പ് എടുക്കുന്നുണ്ട്, കേരളത്തില് ഇന്ത്യൻ വേൾഡ് കപ്പ് എടുക്കുന്നുണ്ട്. അത് ചെറിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കളി നടന്നതോ പോളണ്ടോ ഏതൊരു ടീമായിട്ടോ ഇന്ത്യയും ടീം പോലും നമ്മൾ ചിന്തിച്ചില്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അറിയില്ല. ഞാൻ അവിടെ പോയി ഒരു വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ്. അവിടെ വേൾഡ് കപ്പ് എടുക്കുന്നുണ്ടോ എന്ന് അന്നാണ് ഞാൻ അറിയണത്. ഈ രാപ്പകലിലാണ്ട് കുടികൾ പിടിക്കുന്ന നമ്മളാണ്. ഞാനൊരു പോർച്ചുഗൽ ബ്രസീൽ ഫാനാണ്. അങ്ങനെയുള്ള പോർച്ചുഗൽ ബ്രസീൽ ഫാൻ പറയും. അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണ. അണ്ണന്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഓൾറെഡി ഈ പറഞ്ഞ പോലെ ഇതിന് വേണ്ടിയിട്ട് വേൾഡ് കപ്പ് വന്നു കഴിഞ്ഞാണ്ടല്ലോ, ഉറപ്പില്ല 3 മണിക്ക് കളിയുണ്ട്, ഞാൻ പോയി കാണും. എന്തുകൊണ്ടാ? എവിടെയോ കിടക്കുന്ന ടീമാ. എന്നാൽ ഇവിടെ കിടക്കുന്ന നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്നു, ഇന്ത്യയിൽ കിടക്കുന്നു നമ്മള്. ആ ഇന്ത്യൻ ടീമിന്റെ വേൾഡ് കപ്പ്, അത് നമ്മുടെ ഇന്ത്യൻ അല്ലാണ്ട് നമ്മുടെ ഒഫീഷ്യൽ ഇന്ത്യൻ ടീമിന്റെ സ്ഥാനം നോക്കി എനിക്ക് തോന്നുന്നു പട്ടികയിൽ 147 അങ്ങനെ നോട്ടല്ലേ, 147 സ്ഥാനം. 2ാം സ്ഥാനത്താണ് ഇവര്. ബ്രസീലുണ്ട്, അർജന്റീന ഉണ്ട്, പോളണ്ട് ഉണ്ട്, എല്ലാ ടീമും ഉണ്ട്. എല്ലാ ടീമും എല്ലാം പറയാം. വേൾഡ് കപ്പ് എടുത്ത് ഇപ്പൊ അർജന്റീന വരെ കളിക്കുന്നുണ്ട്. അർജന്റീനയുടെ കളി കഴിഞ്ഞു ഓൾറെഡി. ആ ടീം വരെ ഇന്ന് കളിക്കുന്നുണ്ട്. നമ്മുടെ കാക്കനാട് കളിക്കുന്നുണ്ട്. ആരറിഞ്ഞിട്ടുണ്ട്? ഈ പറയുന്ന മെസ്സി വരുന്നതിന് ഇത്രയും പബ്ലിസിറ്റി കൊടുക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും നമ്മളാണെങ്കിലും ആരെ പബ്ലിസിറ്റി കൊടുത്തേ? ഇന്ത്യൻ ടീമിന്റെ ഈ കളിക്ക് ആരെങ്കിലും ഒരാളും പബ്ലിസിറ്റി കൊടുത്തായിട്ട് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്കറിയാം. നിങ്ങൾ ഈ ഞാനിത് അറിയുന്നത് അന്നാണ്. ഞാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ അറിയണം. ഇതുപോലെ ഞാൻ ചെയ്തപ്പോഴാണ് പല ആൾക്കാരും അറിയണം. എന്താ അതൊരു വലിയ പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞു ബ്രോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ പുറത്തൊക്കെ ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷന്റെ കൂടെ തന്നെ സ്പോർട്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു കരിയർ ആയിട്ട് എടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവർക്ക് എഡ്യൂക്കേഷൻ ഇപ്പം ഒരു ജോലിക്ക് പോയില്ലെങ്കിലും അത് സ്പോർട്സിൽ വേണമെങ്കിൽ ആക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇവിടെ പക്ഷെ സ്പോർട്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ നാട്ടില് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടില് സ്പോർട്സ് സീറ്റുകളൊക്കെ ഉണ്ട്. ജോലി കിട്ടാൻ പാടില്ല. കോളേജും കഴിഞ്ഞ് സ്റ്റഡീസും കഴിഞ്ഞ് ഇപ്പൊ നമുക്കൊരു വരുമാന മാർഗമായിട്ട് നമ്മുടെ നാട്ടില് സ്പോർട്സ് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയം യൂറോപ്പിൽ അത് പറ്റൂല. പിന്നെ വേറൊരു കേസുണ്ട്. ഈ പറയുന്ന പോലെ ഗവൺമെന്റ് അതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന പോലെ കോട്ടയിലൂടെ ജോലികൾ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും എത്ര പേർക്ക്. പക്ഷെ ഞാനതാ പറഞ്ഞത്, ഇന്ത്യയുടെ പ്രശ്നം എന്താ അറിയോ? ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. ഒടുക്കത്തെ ജനങ്ങളും നമ്മുടെ അനുസുക കണ്ടിട്ടുണ്ടാവും. ഓപ്പൺ ആയിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഒരു പ്ലെയറാണ്. അത്രയും നല്ലൊരു മികച്ച പ്ലെയർ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും നമുക്ക്. അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂല് അത്രയും ഈ പറയുന്ന പോലെ ആൾക്കാർ മുന്നിൽ വന്നിരുന്ന് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ജോബ് നിഷേധിച്ചു അദ്ദേഹത്തിന് അങ്ങനെ ഒരു അലിഗേഷൻ കിട്ടി എന്ന് പറയും. വിനീതും പറഞ്ഞു
പിന്നെ ഇതിപ്പോ റോം തെറ്റാ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ഫുട്ബോളിന്റെ ബേസ് ചെയ്ത് ഒരു ഫീച്ചർ കാര്യമാണ് പുള്ളി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവര് നടക്കുന്നുണ്ടെങ്കിൽ ഇനി വരുന്ന തലമുറ അല്ലെങ്കിൽ സ്പോർട്സ് പരമായിട്ട് നമ്മളിപ്പോ കൊണ്ടുവരുന്നത് അർജന്റീനയിലാണ്. നമ്മൾ എന്തിനു വേണ്ടി കൊണ്ടുവരുന്നത്? എല്ലാവർക്കും ഒരേ ലക്ഷ്യമുള്ളൂ, മുന്നോട്ടുള്ള നമ്മുടെ സ്പോർട്സ് പരമായിട്ടുള്ള മുമ്പോട്ട് ഡെവലപ്പായി പോകണം എന്നുള്ളത്. പക്ഷേ ഇതിന് മുന്നുള്ള ആൾക്കാര് ഇത് കളിച്ചവര്, ഇന്ത്യൻ ടീമിൽ വരെയും കളിച്ചവര് ഇന്ന് ഒന്നും അല്ലാണ്ട് നിൽക്കണം. പിന്നെ എന്ത് ഉറപ്പാണ് ഇവിടെ അതിനുള്ളതെന്നാണ് എന്റെ ഒരു ചോദ്യം. ആണ്. കാരണം നമ്മുടെ നാട്ടില് ഇന്ന് ചെയ്യണ പലതും അത് നാളെ ഒരു വാക്ക് പാലിക്കാറില്ല. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു ഇലക്ഷന്റെ സമയത്ത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ കാര്യം നേടാൻ വേണ്ടി ഒരു പലതും പറയും, പലതും ചെയ്യും. പക്ഷെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫോളോ അപ്പ് ഉണ്ടാവാം. ഞാനിത് പൊളിറ്റിക്കലി അല്ലല്ല, എനിക്കിതില് സപ്പോർട്ട്. പക്ഷെ എടാ ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പൊ ഇത് പറയുമ്പോ എന്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഇപ്പോഴും ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അവർ എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ വിളിക്കും. പക്ഷെ എന്തായാലും നിനക്കറിയാൻ പാടില്ലേ എന്ന് ചോദിക്കും. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അതൊരു ഓവർനൈറ്റ് ഉണ്ടാവാൻ ഒരു ചേഞ്ചേ അല്ല. ഒന്നാമത്തെ കാര്യം ഞാനത് പറഞ്ഞു, ഇന്ത്യയിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ എടാ ഞാൻ ഈ ഡൽഹി അങ്ങോട്ടൊക്കെ പോയ സമയത്തൊക്കെ ഹോസ്പിറ്റലില്ലേ, ഹോസ്പിറ്റൽ വേണം, ഞാൻ ഒരിക്കലും വേറൊരു കേസ് പറഞ്ഞാണ്. ഇപ്പൊ ഈ ഇന്ത്യയില് ഒരു സമയത്ത് BJP ഭയങ്കരമായിട്ട് പറഞ്ഞാണല്ലോ ഈ എല്ലാവർക്കും ബാത്റൂം എന്നുള്ള പരിപാടി നീറ്റായിട്ട് പറഞ്ഞു. അതെ, എല്ലാവർക്കും. ഞങ്ങള് മംഗലാപുരത്ത് ഞാൻ PG പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ക്യാമ്പിന് പോയ സ്ഥലത്ത് ഒരു ഗ്രാമമാണ്. അവിടെ ബാത്റൂം ഉണ്ട്, പക്ഷെ അവിടെ പോകാൻ പറ്റില്ല. അത് അടച്ചു പൂട്ടി അവര് മറ്റേ ഇതൊക്കെ വെച്ചേക്കാണ്. എന്നിട്ട് പറമ്പിൽ പൊക്കോളന്ന്. ഞങ്ങളൊക്കെ പെട്ടുപോയടാ. എന്ന് വെച്ചാൽ നമുക്കിത് അങ്ങനത്തെ ഒരു ശീലമുള്ള വെച്ചാൽ ഞാനിത് പറഞ്ഞു വന്നതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പറയുമെങ്കിലും ഇതൊന്നും എത്താത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്, കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, ഇപ്പോഴും ബേസിക് എഡ്യൂക്കേഷൻ കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഇന്ത്യയിൽ അത്ര ഈസി അല്ല. ഇതിപ്പോ ഞാൻ പാലക്കാട് ഒരു എന്റെ ഒരു വൈഫ് MSW പഠിക്കുന്നതാണ്. അപ്പൊ ആൾക്ക് ചെറിയൊരു കോഴ്സിന്റെ പരമായിട്ട് തന്നെ ഇതുപോലെ ഇതാണുള്ള സംഭവം, സോഷ്യൽ പരമായിട്ടുള്ള സംഭവം. ഒരു കോഴ്സിന്റെ പരമായിട്ട് ആള് കുറച്ച് നാളത്തേക്ക് പാലക്കാട് പോയി. പാലക്കാട് എന്ത് ഉള്ളേരിയ ആയിട്ടുണ്ടോ. എന്നിട്ട് എനിക്ക് ആള് വീഡിയോ എടുത്തു. ആള് എടുക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഉള്ളേരിയയിലേക്ക് വീഡിയോ എടുക്കാൻ, അല്ലെങ്കിൽ വേറെ ഒന്നും കാര്യമില്ല. അവിടെ ചെന്നിട്ട് എനിക്ക് വീഡിയോ എടുത്തിട്ട് ഓൾറെഡി എൻ്റെ അടുത്ത് ചിലപ്പോൾ ചെയ്യാൻ വേണ്ടി ഈ വ്യക്തി എടുത്ത് എൻ്റെ ഉള്ള, പക്ഷെ ഞാൻ ആ വീഡിയോസ് കണ്ടു സത്യം പറഞ്ഞാണല്ലോ അത് ഞെട്ടിപ്പോ. കറണ്ടില്ല. ഒരു വീടുകളുടെ അവസ്ഥ ഇന്നും ഉണ്ട്. അങ്ങനത്തെ മനുഷ്യരുണ്ടെന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ ഇവിടെ മാറിയിട്ടോ എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിനെ വെച്ചിട്ട് നമുക്ക് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ എവിടെയും കമ്പയർ ചെയ്യാൻ പറ്റും. അല്ല, ഇതിപ്പോ ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്തിൽ നടക്കുന്നുണ്ട്. അന്ന് ഇന്ത്യ ജയിച്ചെങ്കിൽ BJP വൻ സംഭവമായിട്ടാണ് പ്ലാൻ ചെയ്തത്. അത് വെച്ച് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്താനും ഈ പറഞ്ഞ പോലെ ഒരു റാലിയും കാര്യങ്ങളും അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വെച്ചപ്പോഴായിരുന്നു മിച്ചൽ സ്റ്റാർക്കിന്റെ ടീം വന്ന് കപ്പ് നോക്കിയിട്ടുണ്ട്. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ LDF ഗവൺമെന്റ് ആയിക്കോട്ടെ, ഇപ്പത്തെ ഒരു ഗവൺമെന്റ് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ കണക്കായിക്കൂടെ? അർജന്റീനയെ കൊണ്ടുതന്നെ ഇപ്പോൾ യൂത്തിന്റെ വോട്ട് എടുക്കാൻ നോക്കണ്, അല്ലെങ്കിൽ അത് വെച്ചൊരു മാസ് ക്യാമ്പയിൻ ഞങ്ങൾ ഇങ്ങനെ ഒരു വേൾഡ് വൈഡ് വിസിബിലിറ്റി നടത്തി ആ ഒരു സംഭവം ഉറപ്പാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ അഭിപ്രായമാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നല്ല വ്യക്തമായ പൊളിറ്റിക്സും വോട്ടും എല്ലാവർക്കും ഉണ്ട്. എന്റെ അറിവില് ഇതും വെച്ചുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടും, അല്ലെങ്കിൽ മറ്റു സാധനം ഉണ്ടല്ലോ. ഇപ്പത്തെ പിള്ളേർക്ക് പൊളിറ്റിക്സ് ചുമ്മാ ഇന്ന് നമ്മൾ പല വീഡിയോസിൽ ഇപ്പൊ ഈ പറഞ്ഞ 90-20 ഒക്കെ പറയുമ്പോ പ്രകാരം പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ പബ്ലിക് ഇതെടുക്കാൻ വേണ്ടി ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ മുഖ്യമന്ത്രി ആരാന്ന് വെച്ചാൽ പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അവിടെ പ്രധാനമന്ത്രി ആരാന്ന് വെച്ചാൽ അറിയാത്ത ഈ ആൾക്കാർ എവിടെ വോട്ട് കിട്ടുമെന്ന് പറയണേ, ഞങ്ങൾക്ക് വോട്ട് ചെയ്യണ്ടെന്ന് പറയണവരാ. ശരിക്കും അങ്ങനെ എനിക്കതൊന്നും തോന്നുന്നില്ല. ഇതിൽ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ എത്രയൊക്കെ പറഞ്ഞാലും നമ്മളെപ്പോഴും കാണുമ്പോൾ നമുക്ക് എന്താ പറയാ, ഇപ്പൊ നാസയിലെ സ്പീഡ് പോലെയൊക്കെ നെറ്റ് വേണമെന്നുള്ള ആഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും വരും. പക്ഷെ ഗവൺമെന്റ് ഇപ്പൊ നമ്മുടെ അവസ്ഥയും കൂടെ ആലോചിക്കണ്ടേ? എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിപ്പോ ഞാൻ മുമ്പും പറയാം, ഇന്ത്യയെ വെച്ചിട്ട് നമ്മൾ എപ്പോഴും US കമ്പയർ ചെയ്യും, മറ്റു രാജ്യങ്ങളൊക്കെ കമ്പയർ ചെയ്യും. പക്ഷെ ഇന്നും എവിടേക്കോ പട്ടിണികൾ കിടക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന പോലെ നമ്മുടെ രാജ്യം. അങ്ങനെ വരുമ്പോ നമ്മൾ USA വെച്ച് കമ്പയർ ചെയ്തൊരു കാര്യമുണ്ടാ? ആ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഒരു സംഭവം കൺവേർട്ട് ആവാൻ പോണില്ല. രാഷ്ട്രീയമില്ല ശരിക്കും. ഈ പറഞ്ഞ മെസ്സി അല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയം ഒന്ന് കുത്തിയേക്കാം. പലരും പറയുന്ന പൊളിറ്റിക്സ് ഉണ്ട് എന്ന് പറയുന്നത് അത് വേറൊന്നും ഉണ്ടല്ലോ.
എല്ലാത്തിനും നമ്മുടെ കേരളത്തിലൊരു വ്യത്യാസമുള്ള മറ്റു രാജ്യങ്ങളെ പോലെ അല്ല രണ്ട് പാർട്ടികളുണ്ട്. ഇവരെ താത്തിയാലും ഇവരെ പൊക്കാൻ പറ്റില്ല. അതിനു വേണ്ടി മുതലെടുപ്പ് ഇപ്പൊ രണ്ട് ടീമുകൾ നടത്തും. നാളെ ഇനിയിപ്പോ ഈ പറഞ്ഞ മാതിരി ഈ ഭരണ പാർട്ടി മാറി അടുത്ത ഭരണ പാർട്ടി വന്ന് റൊണാൾഡോനെ കൊണ്ടുവരാന്ന് പറയാണ്. പക്ഷെ ഇപ്പൊ ഞാനിപ്പോ ഈ കഴിഞ്ഞ ഇന്നാണോ എനിക്ക് ഓർമ്മയില്ല, ഞാൻ വരുന്ന വഴിക്കാണോ കണ്ടത് എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോ മെസ്സിക്കാൾ മുമ്പ് റൊണാൾഡോ വരുമെന്ന് പറഞ്ഞ ഒക്ടോബർ 22-ാം തീയതി FC ഗോവ മാച്ച് നടക്കുന്നുണ്ട്. അപ്പോ അതിന്റെ അകത്തുള്ള സംഭവം എന്ന് പറഞ്ഞാൽ സ്ക്വാഡ് ലിസ്റ്റിൽ ക്രിസ്ത്യാനോ ഉണ്ട്. പിന്നെ FC ഗോവയുടെ ഡയറക്റ്റ് ഡെലിഗേഷൻ അൽ നാസറിലോട്ട് സൗദിയിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് ക്രിസ്ത്യാനോ വന്നുണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട്. കാരണം അതനുസരിച്ച് വേണം ഇവർക്ക് ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളാണെങ്കിൽ എല്ലാം റിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ അതേപോലെ തന്നെ പക്ഷെ ക്രിസ്ത്യാനോടെ പുതിയ കോൺട്രാക്റ്റിലുള്ള കേസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ ഏഷ്യൻ കപ്പില് ഈ പറഞ്ഞ പോലെ അവേ ഗെയിംസ് കളിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോമേ കളിക്കുള്ളൂ എന്ന് 75% അൽനാസറെ സംബന്ധിച്ചിടത്തോളം ഈ ലീഗ് അവർക്ക് അടിക്കണം ഇമ്പോർട്ടൻസ് ഇല്ല. ആ ഒരു സൗദി ലീഗാണ് ഫോക്കസ് കാര്യം പറയാൻ പറ്റില്ല. അതാണ് അപ്പൊ അത് കണ്ടുകൊണ്ട് ആ ഒരു വേൾഡ് വൈഡ് വിസിബിലിറ്റി കണ്ടുകൊണ്ട് അല്ല ഞാൻ ഇപ്പൊ മെസ്സി വന്നതുകൊണ്ട് അവരറിയാതിരിക്കുന്ന സംഭവം ഒന്നല്ലല്ലോ മെസ്സി കേരളത്തിൽ വരുന്നത്. അതിന്റെ പേരിൽ ചിലപ്പോ കൊണ്ടുവരട്ടോ. കാരണം അതല്ല ഇപ്പൊ ഗോവ ചിന്തിക്കുമ്പോ അവർക്ക് മുടക്കില്ല, കാശ് മുടക്കില്ല. ഇപ്പൊ എന്തായാലും മാച്ച് കളിക്കാൻ 100% ഓക്കെ പറയും ഗോവ. ആരെ കൊണ്ടുവരാ റൊണാൾഡോ അങ്ങനെയാണെങ്കിൽ ഇതിലൊന്നും നല്ല പ്രശ്നം. ഇപ്പൊ നിങ്ങൾ ചോദിച്ചതിനേക്കാളും ഞാൻ ഗോവയുടെ സ്റ്റേഡിയത്തിൽ കയറിയുള്ളതാ. കളിയിടാൻ പോയില്ല മലപ്പുറമില്ല, മലപ്പുറം മറ്റേ പയ്യനാടല്ലേ പയ്യനാടല്ലേ സ്റ്റേഡിയം, മലപ്പുറം സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നു. ഞാൻ സൂപ്പർ ലീഗ് ഫൈനൽ നടന്നവിടെയായിരുന്നു. അല്ലല്ല അത് കാലിക്കറ്റിന്റെ സ്റ്റേഡിയം പറയാൻ ഞാനൊക്കെ സത്യം പറയാനല്ല ഇറങ്ങി പോണെന്ന് തോന്നി. ഞാനത് ഫോർസ കൊച്ചിയുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് അതിന്റെ കൂടെയാണ്. അപ്പൊ ഫൈനലാണ്. എന്റെ പൊന്നറിയ ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പൊ മലപ്പുറം തന്നെ ഞാൻ എടുത്തിട്ട് കഴിഞ്ഞാൽ മലപ്പുറത്ത് ഫുട്ബോൾ എങ്ങനെ അന്നൊക്കെ ഞാൻ ബസ്സിൽ നിന്നിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കുക ആദ്യമായിട്ടാണ് മലപ്പുറത്ത് ഫുട്ബോള് ഒരു സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കാണാൻ പോണത്. ചിന്താഗതി ഞങ്ങളെല്ലാവരും അതായത് ശരിക്കും പറഞ്ഞാൽ ബസ്സിൽ ഒരു 10-40 പേരോളം ബസ്സിലുണ്ട്, 2-3 ബസ്സുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് സ്റ്റേഡിയത്തിൽ പോയി ഇറങ്ങി കിളി പോയി. ഞാൻ ഫസ്റ്റിലെ ചോദ്യം നമ്മുടെ മറ്റേ ഫുട്ബോളിന്റെ ഇപ്പൊ സൂപ്പർ ലീഗിൽ മറ്റേ വീഡിയോ ഉള്ള നമ്മുടെ ഇംതിയാസ് ആ മനുഷ്യൻ വന്ന് എന്റെ അടുത്ത് വന്നിട്ട് ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ഞാൻ നിന്നിട്ട് ഞാൻ സ്റ്റില്ലായിട്ട് അപ്പൊ എന്റെ അടുത്ത് പുള്ളി ചോദിച്ചു എന്തിങ്ങനെയാണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞേ ഇതിലും നല്ല സ്റ്റേഡിയം ഗ്രൗണ്ട് ഞങ്ങളുടെ നാട്ടിലുണ്ട്. സ്റ്റേഡിയം അല്ലാതുള്ളൂ, ഗ്രൗണ്ട് ഉണ്ട്, ഇതിലും വലിയ ഗ്രൗണ്ട് ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഇതെന്തൂട്ട് സ്റ്റേഡിയം എന്ന് ഒറ്റ ചോദ്യം ചോദിക്കും. കാരണം അത്രേ ഉള്ളൂ. മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും കൊണ്ടാടുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ വേറൊരു കേസ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി എന്റെ അമ്മയുടെ നാടെന്ന് പറയുന്നത് ഞാൻ ജനിച്ചതൊക്കെ മലപ്പുറത്താണ്. വെച്ചാൽ എന്റെ ജനനം നടന്നത് മലപ്പുറത്താണ്, അത്രേ ഉള്ളൂ. ഞാൻ പാലക്കാടാണ്, നിലമ്പൂർ എന്ന് പറയും. അവിടെ ഈ സെവൻസ് നടത്തുന്ന സമയത്ത് കാണാൻ പോകുന്ന സമയത്ത് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഈ പറയുന്ന പോലെ സ്റ്റേഡിയം ഒന്നും ആയിരിക്കില്ല, പക്ഷെ അത് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള സംഭവമാണെങ്കിലും അടിപൊളിയായിട്ട് നടത്തുന്ന പരിപാടിയാണ്. നല്ല പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇതും കാണണം. മാച്ചുകളായിക്കോട്ടെ, ഈ വരുന്ന ആൾക്കാരില്ലേ ഫാമിലി ആയിട്ട് വന്ന് കാണുന്നവരുണ്ട്. ഫാമിലി ആയിട്ട് വന്ന് കാണണം നിങ്ങൾ എല്ലാവരും പറഞ്ഞു. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് നമ്മൾ ആദ്യം ടോപ്പിക് തുടങ്ങി കഴിഞ്ഞപ്പോ ഫലസ്തീനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏരിയ നോക്കി കഴിഞ്ഞാൽ മലപ്പുറം, കോഴിക്കോട് ആ ഒരു ഭാഗ്യമായിരിക്കും. അന്ന് അതേസമയം തന്നെ ഏറ്റവും കൂടുതൽ കടുത്ത അർജന്റീന ഫാൻസും മെസ്സി ആരാധകരും ഉള്ള ഒരു ഏരിയ മലപ്പുറമാണ്. അപ്പോ അവരിതിനെ എങ്ങനെ നോക്കിക്കാണും? ഫുട്ബോളും പൊളിറ്റിക്സും കൂട്ടിക്കുഴക്കരുത്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള വിഷയമില്ലേ. ഇത് ഞാൻ എപ്പോഴും പറയണമെന്ന് വിചാരിച്ചൊരു കേസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് മെസ്സി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. മെസ്സി പ്രതികരിച്ചതല്ല, കാരണം മെസ്സി പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു വിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലുതൊന്നുമില്ല. ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, മെസ്സിയുടെ കരിയർ പോയൊരു സമയമുണ്ട്, പോയൊരു സമയം ഇസ്രായേലിൽ പോയി അവരുടെ മതിലൊക്കെ പോയി ചുംബിക്കണ സമയം. കാരണം ബാഴ്സലോണയ്ക്ക് അങ്ങനത്തെ ഒരു ആചാരമുണ്ട്, എപ്പോഴും ഇസ്രായേലിൽ പോയി അത് ചെയ്യണമെന്നുള്ളത്. ഇതൊന്നുമല്ല, ഇതിലും വലിയ പുള്ളിയുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുള്ളിയുടെ ലൈഫിനെ കണക്ട് ചെയ്ത് പറയണം. എന്ന് വെച്ചാൽ ഇസ്രായേൽ വിഷയത്തിന് ഞാൻ കുറച്ച് വേണ്ടിട്ട് പറയല്ല. മെസ്സിയുടെ ലൈഫിൽ ഇതിനും വലിയ സീനുകളും സംഭവങ്ങളും ഉണ്ടായ സമയത്ത് പോലും
എന്റെ അറിവിൽ മെസ്സി ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റോ ഒരു പബ്ലിക് ഒപ്പീനിയൻ പബ്ലിക് ഒപ്പീനിയൻ പറഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു പോസ്റ്റ് ഉണ്ട്, ഏത് ഈ 2014 ഇപ്പൊ 12 വർഷം മുമ്പായിട്ട് ഇതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഫലസ്തീന്റെ കേസ് വന്നപ്പോ മെസ്സി സപ്പോർട്ട് ചെയ്തിട്ട് പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞ് അത് ശരിക്കും പറഞ്ഞ ഒരു കളി എനിക്ക് തോന്നുന്നു കളി നിർത്തി സംഭവം. മെസ്സി ഈ കുട്ടികളെ ഇങ്ങനെ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ അതാ ഞാൻ പറഞ്ഞത് പോസ്റ്റ് ഇട്ടെന്ന് പറയുന്നത്. അതാ ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെസ്സി പബ്ലിക് ഒപ്പീനിയൻ പറഞ്ഞ എന്റെ അറിവ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ നമ്മളൊരു മനുഷ്യനെ ഇപ്പൊ കണ്ടിട്ട് ഞാന് മെസ്സിയുടെ ഒഫീഷ്യല് നോക്കി വർഷം മെസ്സി അങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അതാ ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില മനുഷ്യരുണ്ട് അവരവരുടെ ലൈഫിൽ അങ്ങനെ ആയിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒപ്പീനിയൻസ് പറയാൻ താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കും, പക്ഷെ അത് ആക്ഷനിലൂടെ ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ പബ്ലിക്കലി ഫോട്ടോ ഇട്ട് അല്ലെങ്കിൽ വെളുപ്പിക്കാൻ തോന്നുന്ന അറിയില്ല നമ്മള് സ്വാഭാവികമായിട്ട്. എനിക്ക് മനസ്സിലായില്ല. നമ്മള് ഇപ്പോ മെസ്സി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് 12 വർഷങ്ങൾക്ക് മുമ്പ് മെസ്സി ഇങ്ങനെ ഒരു ഈ സംഭവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാനിപ്പോ പറയുന്നത് ശരിയല്ല. പക്ഷെ അത് ചെന്നിട്ട് ഞാൻ പറയുന്നത് ഒന്ന് വെറുതെ ഇരിക്കുമ്പോ പേര് പറഞ്ഞുതരാം. ഇപ്പൊ പേര് ഞാൻ ഇതിന്റെ അകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇസ്രായേൽ ഒരിക്കൽ കളി നടത്താൻ ബാസ കൊണ്ടുപോയ സമയത്ത് ആ കളിയിൽ ഇസ്രായേലും തമ്മിൽ ആ ഒരു ഇതുണ്ട്, പക്ഷെ കളിച്ചില്ല, നിർത്തിയിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ മെസ്സിയുടേതായ ഒരു ഇത് പറഞ്ഞെന്നാണ് പബ്ലിക്കലി പോസ്റ്റ് ഫേക്കില്. അതിപ്പോ ഞാൻ ഫേക്ക് പറയുന്ന വേറെ കേസുണ്ട്. എനിക്ക് ചിരി വന്നതാണെന്നറിയോ, നമ്മളെയൊക്കെ നല്ല രീതിക്ക് വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. മെസ്സിക്ക് അടുത്ത ആരാധകനാണ്, ഭയങ്കരമായിട്ട് വോയിസ് ഓവർ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. ഭയങ്കരമായിട്ട് വൈറലാവുന്ന ഒരു വോയിസ് ഓവർ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, മെസ്സി ആരാധകനാണ്. അല്ല നല്ലൊരു അദ്ദേഹം അദ്ദേഹത്തിന്റെ പേജില് ടിക്കറ്റ് കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത്. പറഞ്ഞിട്ടുണ്ട് 10 ടിക്കറ്റ് അല്ലേ. ആ ഒരു വ്യക്തി പോസ്റ്റ് ഇട്ട് എന്താണ്. അപ്പൊ ഞാൻ ഇരുന്ന് ചിരിക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തി, ഇനിയിപ്പോ നമുക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ല ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ കേസ് എന്താണെന്നുള്ളത് എനിക്ക് എന്റെ ഓർമ്മയിലേക്ക് വരുന്നില്ല. പക്ഷെ ഞാൻ അതിനകത്ത് പറയുന്ന ഒരു കേസ് എന്താണെന്ന് അറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നു മെസ്സിയുടെ ഒരു വോയിസ്. ഇപ്പൊ നീ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, മെസ്സി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു വലിയ ഇമ്പാക്ട് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സിയുടെ കരിയറിൽ ഇന്ന് വരേക്കും കരിയർ നിർത്തി പോയ സമയത്ത് പോലും ഞാൻ റിട്ടയർ ചെയ്യുന്നു, ഞാൻ ഇത് പറയുന്നു എന്ന് പറഞ്ഞു പോയതല്ലാതെ ഞാൻ പറഞ്ഞോട്ടെ അത് ഞാൻ പറഞ്ഞുതരാം. നിർത്തി പോയതല്ലാതെ മെസ്സി ഇന്ന് വരേക്കും നല്ലതും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല, മോശവും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇപ്പൊ മാത്രം പ്രതികരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കും എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറയണം കേട്ടോ. ചിലപ്പോ മെസ്സി പ്രതികരിക്കും എന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ വേറൊരു കേസുണ്ട്. കുറെ കാലങ്ങൾക്ക് മുമ്പ് ബ്രസീൽ എടുത്തിരുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ബ്രസീലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോഴൊന്നുമല്ല, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരുടെ പൊളിറ്റിക്സ് മാറിയപ്പോൾ, അതായത് അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ ആരാണോ വിൻ ചെയ്ത് വന്നത് അത് മാറിയപ്പോൾ അവരെന്തായി, നേരെ തിരിഞ്ഞാണ് വന്നത്, ഇസ്രായേലിനെ അഗൻസ്റ്റ് ആയിട്ട് വന്നു. ഇപ്പൊ ഇതേ സമയത്ത് തന്നെയാണ് ഇവിടെയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അർജന്റീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപ്ലവകാരികളുടെ രാജ്യമാണ്. ഇപ്പൊ ഈ ബ്രസീലിന്റെ കേസ് പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ പറയണേ ഇറ്റലി ഗവൺമെന്റ് എടുത്തേക്കണെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സപ്പോർട്ടായ ഒരു അനുകൂലമായ തീരുമാനങ്ങളും ഫലസ്തീനെതിരെയുള്ള ഒരു സംഭവമാണ്. അതേസമയം ഇറ്റാലിയൻ ഫുട്ബോൾ ടീം എടുത്തത് എങ്ങനെയായിരുന്നു, തിരിച്ചാണോ അല്ലേ? അവിടെ അവര് സർക്കാസ്റ്റിക് ആയിട്ടാണ് പറഞ്ഞത്. അതെന്തുകൊണ്ടായിരിക്കും? എന്തേ അവർക്ക് ഇത്ര ഫുട്ബോൾ കണ്ടതിൽ സ്ട്രൈക്കിംഗ് അല്ലേ? എടാ ഞാൻ അതല്ലടാ പറയുന്നത്. എന്താ വെച്ചാൽ അവര് പോലും ഓപ്പൺ ആയിട്ട് ഇന്നതുപോലെ ഞാനിതാ എതിർക്കുന്നു എന്നൊന്നും പറഞ്ഞു വന്നിട്ടൊന്നുമില്ല. ഞാനത് പറഞ്ഞിട്ടുണ്ട്. മർഡോണ ആരെ കുറിച്ചാ പറയാത്തത്? മർഡോണ എന്ന് വെച്ചാൽ ഞാൻ മർഡോണക്ക് അങ്ങനെ പറയില്ല. മർഡോണയിൽ എനിക്ക് കണ്ടിട്ടുള്ള ടൈമിലും പ്ലെയർ ആയിരിക്കുന്ന ടൈമിലും ഫലസ്തീനെ മെസ്സിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഫുട്ബോളർ ആരാ? അത് മർഡോണയാ. അല്ല അപ്പൊ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അല്ല, പുള്ളി ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു മനുഷ്യനാണ്. കുശുമ്പോണ്ടാണ് ശരിക്കും മർഡോണയാണ് മെസ്സിയാണ് ബെറ്റർ. എടാ ഞാൻ മർഡോണയുടെ ദൈവത്തിന്റെ കൈകളുള്ള ആളെങ്ങനെ ബെറ്റർ എന്ന് ഞാൻ പറയണ, അല്ലെങ്കിൽ എന്റെ വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വായിച്ചറിവും ഈ പറയുന്ന പോലെ തന്നെ ലൈവ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മർഡോണയെ കുറിച്ച് പറയാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷെ അതൊക്കെ ഭയങ്കര റെവല്യൂഷണറി ടൈമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൊളിറ്റിക്സ് കാര്യങ്ങളുണ്ട്. മർഡോണയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സീരീസിലൊക്കെ അവരുടെ ഇത് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒറിജിനൽ ക്ലിപ്സ് അല്ലേ, അതിനകത്ത് ബോളില്ലേ ഇങ്ങനെ കാലിൽ ഒട്ടിയിരിക്കും, പൂല
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നും അങ്ങനെ ഒരു പ്ലെയറിനെ നമുക്ക് കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ ചില സമയത്ത് വിചാരിച്ചിട്ടുണ്ട് ാണെന്ന്, അങ്ങനെ ബോൾ ഇരിക്കും. അതുപോലെ മേളിലേക്ക് കിട്ടി കഴിഞ്ഞിട്ട് പുള്ളി കാലിൽ എടുക്കുന്ന ഒരു രീതി ഉണ്ട്, ഭയങ്കര എപ്പോഴും കണ്ടിട്ടില്ല. മെസ്സിയാണ് ബെറ്റർ. അർജന്റീന ഫാൻസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അർജന്റീനയിൽ പോയിട്ട് ഒരു ചോദ്യം ചോദിക്കാനാണ്, നിങ്ങൾക്ക് മെസ്സിയാണോ മറഡോണയാണോ വലുത്? കാരണം ഇനി ഞാൻ അർജന്റീനക്കാരനാണ്, നീ എന്റെ അടുത്ത് ഇപ്പൊ ഇതിനൊരു ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ തന്നെ പല പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളില്ലേ. ബ്രസീലിൽ പോയി കഴിഞ്ഞാൽ ഒറ്റടിക്ക് പെലെ എന്ന് പറയും, പോർച്ചുഗലിൽ വന്നതിനെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയും, അർജന്റീനയിൽ വന്നതിനാ മറഡോണ പറയും, മെസ്സി പറയും. അത് ഈ ഇതനുസരിച്ചാണ്, കാലഘട്ടത്തിന് മാത്രമല്ല. പെലെ മാത്രമാണ് വിശ്വസിക്കുന്നില്ല. ബ്രസീലിലെ പിള്ളേരോട് ചോദിച്ചാ നെയ്മറിനെ പറയുള്ളൂ. ഇല്ല, പക്ഷേ നെയ്മറിനെക്കാളും നെയ്മറിന് ഇഷ്ടമായിരിക്കാം. നെയ്മർ ഈ പറയട്ടെ നേടിയതിന്റെ കൊണ്ട് മാത്രമല്ല, ഫുട്ബോളിൽ ഏറെക്കുറെ അത് അങ്ങനെ കൺസിഡർ റൊണാൾഡോ അതെല്ലാം എന്തൊക്കെ പക്ഷെ അല്ല, ഇപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ വേറെ പേര് പറയും. ഫുട്ബോളിലാണെങ്കിൽ അർജന്റീനയ്ക്ക് മെസ്സി തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ 5 ടൂർണമെന്റ്സ് ഇൻ ഫുട്ബോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഏക ഫുട്ബോളർ ഇപ്പൊ പലരെയും നമുക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ മെസ്സിയാണ്. ഇപ്പൊ മറഡോണയ്ക്ക് ഇല്ലാത്ത ടൂർണമെന്റ്സ് ഉണ്ട്. പക്ഷേ അർജന്റീനക്ക് 2 വേൾഡ് കപ്പ് നേടിക്കൊടുത്ത മറഡോണയല്ലേ ആണ്. എടാ അതാ ഞാൻ പറഞ്ഞത്, വേൾഡ് കപ്പ് 2 ഉണ്ട്, പക്ഷെ മെസ്സി കംപ്ലീറ്റഡ് ആണ്. ചോദിക്കാൻ പാടില്ല. അല്ലല്ല, ഞാനതാ പറഞ്ഞത്. ഈ ഫുട്ബോളില് ഒരു സമയത്തില്ലേ മറഡോണയുടെ സമയത്തൊക്കെ ഞാൻ ഫുട്ബോളിന്ന് അവിടെ ജനറൽ ആസ്പെക്ട് അല്ല, ഇപ്പൊ അർജന്റീനക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ മെസ്സി ആണോ? എടാ അതാ ഞാൻ പറഞ്ഞത്, അവിടെ വേറെ പ്രശ്നം ഉണ്ടെന്ന്. അവര് കുറച്ചും കൂടെ ലെഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കമ്മ്യൂണിസത്തിന്റെ ഒരു വേറൊരു ഒരു ലൈനിലുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അവിടെയുള്ളവരുടെ അവർ പൊളിറ്റിക്സ് നല്ലോണം പറയുന്നവരുമാണ്. പക്ഷെ അത് വെച്ച് അതാ ഞാൻ പറഞ്ഞത്, മറഡോണയുടെ കാലത്തുള്ള ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നെപ്പോളിയിലേക്ക് പോയ സമയവും മുതലുള്ള കാര്യങ്ങൾ എല്ലായിടത്തും നോക്കിയാൽ മതി, പുള്ളി നല്ല പൊളിറ്റിക്സ് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുപോലെ പൊളിറ്റിക്സ് മാത്രമല്ല, ഈ പറഞ്ഞ പാർട്ടി ആണെങ്കിലും പാബ്ലോ ആയിട്ടുള്ള ബാക്കിയുള്ള പിന്നെ എനിക്ക് ഇപ്പൊ എന്നോടാണ് ഈ ചോദ്യം എന്നുണ്ടെങ്കിൽ ഞാൻ മറഡോണയെ അധികം സപ്പോർട്ട് ചെയ്യില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കരിയർ ഉണ്ടായ ഒരു മനുഷ്യൻ ഈ പറയുന്ന പോലെ ഡ്രഗ്സ് കൊണ്ട് മാത്രം കൊണ്ട് കളഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. പക്ഷെ അല്ല, അതുകൊണ്ടല്ല കാര്യം, മറഡോണ അതുപോലെ നിന്നിരുന്നെങ്കിൽ ഇന്നും ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന പ്ലെയർ ആയിരുന്നു തന്നെ. ചിലപ്പോ ഇന്നിപ്പോ ഉണ്ടാവും, ഇതൊന്നും അറിയാൻ പറ്റില്ല, ചിലപ്പോ ഉണ്ടാവുമായിരിക്കാം. അങ്ങനെ കളഞ്ഞു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞത് എനിക്ക് മെസ്സിയാണ് ഇഷ്ടം. കാരണം ഞാൻ മെസ്സിയുടെ കളികളെ കണ്ടിട്ടുള്ളൂ. മെസ്സിയാണ് എനിക്ക് എന്റെ വിഷമം മാറ്റി തന്നത് മെസ്സിയാണ്. അല്ലെന്ന് ഞാനിപ്പോ അതല്ല, ഞാനിപ്പോ നിങ്ങൾ പെലയെ പറഞ്ഞില്ലേ, എന്തുകൊണ്ട് പെലയെ പറഞ്ഞു? ബ്രസീലിന് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ്, പിന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ, പിന്നെ അതേപോലെ തന്നെ ലോകം കണ്ട ആ ടൈമില് ഇപ്പൊ ഒരു ഗോട്ട് കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ട്രോഫി എടുത്തോണ്ടാണോ? അല്ല പ്ലേയിങ് ആയി. ബ്രസീലിന്റെ പ്രസിഡന്റ് ആയിരുന്നില്ലേ പെലെ? ആയിരുന്നു. അപ്പൊ അതിൽ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത്? അവരാരെ സപ്പോർട്ട് ചെയ്തിരുന്നത്? അതാണ് പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇവരെങ്ങനെ, നമുക്കിപ്പോ അറിയാവുന്ന എന്താണ്, നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ അറിയാവുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു വളർന്നു വന്നിട്ടുള്ള കുറെ പ്ലേയേഴ്സിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഈ പ്ലെയറിനെ കുറിച്ച് പറയാൻ പറ്റും. പക്ഷെ നീ മറഡോണ എങ്ങനെയായിരുന്നു എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ കഴിവാണെങ്കിൽ അല്ല, അതല്ല. ഇപ്പൊ പൊതുവെ ബ്രസീലിന് ആ ഒരു ഗോട്ട് കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ പെലെയാണെന്നാ എനിക്ക് തോന്നുന്നത്. മോസ്റ്റ്ലി എല്ലാവരും ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പെലെ എന്നുള്ള ഒരു ഒബിയസ് നെയ്മറുള്ള തന്നെ. അപ്പൊ പെലെ കഴിഞ്ഞാൽ പിന്നെ റൊണാൾഡീനോ ഉണ്ട്, റൊണാൾഡോ നസാരിയോ ഉണ്ട്, ഗർനാച്ചോ ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ജാർസീനിയോ, കക്ക, ഇതിന്റെ ഒക്കെ അടിയിൽ നെയ്മർ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കഫുവും അല്ല, കരിയർ വൈസ് എടുത്തു കഴിഞ്ഞാൽ റോബർട്ടോ കാർലോസ്. നെയ്മർ കരിയർ തുടങ്ങിയിട്ടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനിയോ കരിയർ എവിടെയാണ് നിങ്ങൾ പറഞ്ഞു? നെയ്മർ കളിച്ചിട്ടില്ല. അല്ല അങ്ങനെയല്ല, എനിക്ക് നെയ്മർ കളിച്ചു കഴിഞ്ഞാൽ മാർട്ടിനസ് ഇല്ലേ, ലെനോന് ഇഞ്ചുറി വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ ആഴ്സണലിൽ നിന്ന് പൊന്തി വന്ന്. അതൊരു എത്രാം വയസ്സിലാണ്. അതുവരെ മാർട്ടിനസിനെ കുറിച്ച് ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോ ഇവനറിയാമല്ലേ, ഇവൻ സർട്ടിഫൈഡ് റൊണാൾഡോ ഫാനാണ്. അല്ല അപ്പോ ഇപ്പൊ ഞാനിതിൽ പറയാനൊരു വേറെ ഇപ്പൊ മാർട്ടിൻസ് ഒരു 3 കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു സംഭവത്തിലോട്ട് നെയ്മറിന് അതേപോലെ വന്നുണ്ട്. ഞാനിപ്പോ ഈ അടുത്തൊരു വായിച്ചാണ്, സത്യമാണെന്ന് എനിക്കറിയില്ല. ആർട്ടിഫിഷ്യൽ ടർഫുകളിലൊന്നും ഇനി നെയ്മറിന് കളിക്കാൻ പറ്റില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഓൾറെഡി ഏജ് ഒരു ഇപ്പം മാർട്ടിനസിന്റെ പോലത്തെ ഒരു ടൈം അല്ല, അപ്പം കഴിഞ്ഞു.
പിന്നെ പൊസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇഞ്ചുറി ആവുന്ന ഒരു പൊസിഷൻ കൂടിയാണ്. വേൾഡിലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഈ വേൾഡിൽ ഫുട്ബോൾ മേഖല അല്ലെങ്കിൽ ഫുട്ബോളിൽ വേൾഡിൽ നോക്കിയ ഏറ്റവും അതപ്പതിച്ച ഒരു പ്ലെയർ അല്ലെങ്കിൽ എന്താ പറയാ ഭാഗ്യലായ്മ ഒന്നും പറയാൻ പറ്റില്ല, ഭാഗ്യലായ്മ അതിനപ്പുറം അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അത് നെയ്മർ പേരായിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നെയ്മർ ഇപ്പൊ ഈ ഇങ്ങോട്ട് പോയത് സൗദിയിലേക്ക് ഹിലാലിലേക്ക് എടുത്തപ്പോ ആ ടൈമിൽ വന്നു. ആ ടൈമിൽ അദ്ദേഹം ഒരു മാച്ചൊന്നും കളിച്ചല്ല, പക്ഷെ 5 ട്രോഫി അടിച്ചു. മാച്ച് കളിച്ച് ട്രോഫി അടിച്ചു. പിന്നെ സാലറി ഒരു 400 മില്യണോളം അതേ ഇവിടെ. പക്ഷെ അത് കിട്ടാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ പരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ സംഭവങ്ങളില്ലേ, കോൺട്രാക്ട് പീരീഡ് ഉണ്ടല്ലോ, ടെർമിനേറ്റ് ചെയ്തപ്പോ ഈ പറഞ്ഞ ബാക്കിയുള്ള കോൺട്രാക്ടിന് ഇത് കൊടുക്കൂല എന്ന് പറഞ്ഞു. പക്ഷെ ഇത് പറഞ്ഞില്ലേ, ഇതിപ്പോ പലപ്പോഴും നെയ്മറിന്റെ കേസിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ യുസിഎലിന്റെ അല്ല, ഫുട്ബോൾ ചരിത്രത്തിലെ ദ ലാൽ റിമന്റാഡ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അല്ല, ആ സീസൺ നെയ്മറിനായിരുന്നു ബാലൻഡിയർ ലാ റിമന്റാഡ എന്ന് പറയുന്ന മാച്ചിലെ പഞ്ച് പറഞ്ഞു വരുമ്പോ അതിന്റെ ഇടയ്ക്കറല്ലേ, അല്ലല്ല, ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി നമ്മുടെ ബാഴ്സലോണയുടെ കേസിൽ, ബാഴ്സലോണയുടെ അല്ല, UCL ഏറ്റവും വലിയ കമ്പാക്ക് ലാ റിമന്റാഡ എന്ന് പറയുന്ന PSG എതിരെയുള്ള മാച്ചാണ്. അതിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് മെസ്സിയെ ബാക്കിയുള്ളവരെല്ലാരെയും പറയുമെങ്കിലും നെയ്മറിന് ഒരു ഇച്ചിരി സൈലന്റ് ആയിട്ട് അത് ഇപ്പൊ മറന്നു പോയതുകൊണ്ടായിരിക്കാം. മറന്നുപോയിട്ടുണ്ടല്ലോ. മെയിൻ പ്രശ്നം തുടങ്ങണത് തന്നെ അവിടെയാണ്. കാരണം ആ മാച്ച് ജയിപ്പിച്ചത് നെയ്മറാണ്, മാച്ചിന് ശേഷം എല്ലാവരും എടുത്ത് പൊക്കിയത് മെസ്സിനെ, പോസ്റ്റ് വന്നത് മെസ്സിയാണ്. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. നമ്മള് ശരിക്കും പറഞ്ഞല്ലോ ടോപ്പിക്കിന് വളരെയധികം അവസാനം ഒരു കേസ് ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്തേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ മറഡോണ മെസ്സിയുടെ കേസ് പറയുമ്പോൾ ഒരു ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മറഡോണയുടെ ഈ സാധനം വായിച്ചിട്ടും സീരീസ് കണ്ടിട്ടും കുറെ വീഡിയോസ് കണ്ടിട്ടും ഉള്ള അറിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുള്ളി പൊളിറ്റിക്സിൽ ഏത് ലൈൻ വരെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത് ചോദ്യം വന്നാൽ പോലും എനിക്ക് ഇപ്പോഴും ചില സമയത്ത് എനിക്ക് മറ്റേത് ഇഷ്ടമല്ല. പുള്ളി മറ്റേ വേൾഡ് കപ്പിനൊക്കെ വന്നിട്ട് മെസ്സിയുടെ സാധനമൊക്കെ കാണിച്ചിട്ട് ഭയങ്കര ഇമോഷൻ കാണിക്കണല്ലേ. അതിന് തൊട്ട് മുന്നത്തെ സീസണിലാണ് മെസ്സിയെ ഏറ്റവും കൂടുതൽ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് നമുക്ക് കാണുമ്പോൾ എന്താ തോന്നുക, ഈ മനുഷ്യൻ അവിടെ നിൽക്കും ഇവിടെ നിൽക്കും എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷെ പുള്ളിയുടെ നമ്മളിപ്പോ ഈ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ പുള്ളി പല വിഷയങ്ങളിലും ഇന്നുണ്ടായിരുന്നെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇപ്പൊ പലതും പറഞ്ഞിട്ടുണ്ടാവും പുള്ളി. പക്ഷേ അതുകൊണ്ട് എനിക്ക് പുള്ളിയുടെ എങ്ങനെയായിരുന്നു എനിക്ക് അറിയില്ല. അതിപ്പോ ഇറലവന്റ് ആയിട്ടുള്ള വേറൊരു സംഭവമല്ല. നമുക്ക് റെലവന്റ് ആയിട്ടുള്ള സംഭവത്തിലൂടെ ഞാൻ ചോദിക്കാം. മറ്റേ ഫലസ്തീന്റെ കേസ് ഈ പറഞ്ഞതുപോലെ ഫലസ്തീൻ എന്ത് ചോദിച്ചാലും അവസാനം എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടിയില്ല. രണ്ടുപേരുടെ ഭാഗത്തൊന്നും കിട്ടിയില്ല. എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടിയില്ല. നമ്മൾ തുടങ്ങിയതായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെ അതൊരു ചോദിക്കണേ. കാരണം ഇപ്പൊ മലപ്പുറം സൈഡ്, കോഴിക്കോട് സൈഡ്, ഇപ്പൊ കേരളം മൊത്തം എടുത്തോ, ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഫലസ്തീനെ അനുകൂലിക്കണവരും ഇസ്രായേലിനെ എതിർത്ത് നിൽക്കണവരും ഒരു സംഭവം കേരളമാണ്. അതില് ഈ ഫലസ്തീനെതിരെ വോട്ട് ചെയ്ത ഒരു കൺട്രിയാണ് അർജന്റീന. പക്ഷെ അർജന്റീന ഹാഫ് ജൂയിഷ് കൺട്രി ആണെന്നുള്ള കേസ് ഭൂരിഭാഗം പേർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാൽ പോലും അങ്ങനത്തെ ഒരു രാജ്യത്തിനെയും അങ്ങനത്തെ ഒരു ടീമിനെ ഇത്രയും കോടിക്കണക്കിന് കാശ് കൊണ്ടുവന്ന് ഇവിടെ കളിപ്പിക്കുമ്പോൾ ഓബിയസ്ലി അതിനെ എതിർക്കണവരുണ്ടാവും. ഈ പറഞ്ഞ പോലെ അത് കണ്ടില്ല എന്നടിച്ച് അതിനെ അനുകൂലിക്കണവരുണ്ടാവും. സോ ഈ ഒരു മാറ്ററിൽ ഇപ്പോൾ അവസാനമായിട്ട് ഒരു കൺക്ലൂഷൻ പോലെ മൊത്തത്തില് വേണോ വേണ്ടോ, നല്ലതാണോ അതോ മോശമാണോ എന്നിട്ട് നിർത്തിക്കോ. നല്ലത് പറഞ്ഞു, ഞാൻ ചീത്ത പറയാം. എന്റെ ഒരു ഒപ്പീനിയനില് ആവശ്യമില്ല. നല്ലതല്ല, ചീത്തയാണോ? അല്ല, ആവശ്യമില്ല എന്ന് പറയാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. നമ്മൾ മുന്നോട്ട് പിന്നോട്ടൊക്കെ നമ്മളായിട്ട് ചിന്തിച്ചതിന് ഇത്ര കാലം. ഇതിനു മുമ്പ് നമ്മൾ തന്നെ ചർച്ചയിലൊക്കെ പറഞ്ഞു, പല പ്ലേയേഴ്സും നമ്മുടെ ഇന്ത്യയിൽ വന്ന് പോയിട്ടുണ്ട്. അവിടെയൊക്കെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് ഫുട്ബോളിനെ ബേസ് ചെയ്തും സ്പോർട്സിനെ ബേസ് ചെയ്തും നോക്കിയാൽ അറിയാം. അത് വന്നു, അവർ പോയി, കാശ് കൊണ്ട് പോയി, കിട്ടാനുള്ളവർ കിട്ടി, മേടിക്കാനുള്ളവർ മേടിച്ചു, പോകാനുള്ളവന്റെ പോയി. ഇത് എത്രേ സംഭവിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ അതിനു വേണ്ടി ഒരുപാട് കാശ് നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതിപ്പോ മുന്നോട്ട് ഇവര് ചിലപ്പോ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ടൂറിസംമാരി തന്നെയാണ് എനിക്ക് തോന്നണത്. ടൂറിസംമാരി തന്നെ ഉള്ള ഒരു സെറ്റപ്പ്. പക്ഷെ ടൂറിസത്തിന് ഇതിലും കൂടുതൽ ഇൻവെസ്റ്റ് ഉണ്ട്. അതിനനുസരിച്ച് മാറ്റങ്ങളും നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. എന്നാൽ സ്പോർട്സിന് അത് ഉണ്ടാവും എന്നുള്ളൊരു യാതൊരു പ്രതീക്ഷ എനിക്ക് സത്യം പറഞ്ഞ ഒരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ പല കുട്ടികളും നല്ല ടാലന്റ് ഉള്ള പിള്ളേരും എനിക്ക് മെസ്സേജ് ഇടുമ്പോൾ നമുക്ക് ചെയ്യുന്നതിൽ ഒരു പരിധിയുണ്ട്, ചെയ്തു കൊടുക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. ബൂട്ടില്ല, ഒരു കുട്ടി എങ്ങനെയാണ് അവർക്ക് ചോദിക്കാൻ നമ്മൾ ചിന്തിക്കും. ഈ പറഞ്ഞ നമ്മളും ബൂട്ടില്ലാണ്ടും ചേച്ചില്ലാണ്ടും കളിച്ചൊരു കാലഘട്ടമുണ്ട്. നമുക്ക് മേടിച്ചു തരാനോ അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാനോ ഇന്ന് നമുക്ക് ഒരു കൂട്ടല്ല 4 കൂട്ട് മേടിക്കാനുള്ളൊരു ഇത് നമുക്ക് ഉണ്ടാവും. എവിടെ നിന്നാണെങ്കിലും നമുക്ക് ക്യാഷ് ഒപ്പിച്ചു. എന്നാൽ അതില്ലാത്ത കുട്ടികൾ ഇന്നും, അതും ഫുട്ബോൾ നല്ല ടാലന്റ് ഉള്ളതിലും അങ്ങനെയുള്ള കുട്ടികൾ ഇന്നും മെസ്സേജ് ഓരോരുത്തർ അയക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചെയ്യണമെന്നുണ്ട്.
പക്ഷെ എത്ര പേർക്ക് ഞാൻ ചെയ്തു കൊടുക്കും? ആ ഒരു കാലഘട്ട സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ നിൽക്കണം. ഈ സിറ്റുവേഷൻ കൂടി മാറുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഇത്രയും കോടി മുടക്കിയിട്ട് ഈ അർജന്റീനനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന ഈ ഒരു സിറ്റുവേഷനും മാറ്റം വരുമോ? ഈ മാറ്റം വരുമെന്ന് ഇപ്പൊ എല്ലാവർക്കും പറയാം. അർജന്റീന വരുമ്പോൾ നമ്മുടെ നാട് കേരളം അല്ലെങ്കിൽ ഇന്ത്യ അറിയപ്പെട്ടു, ലോകമെമ്പാടും അറിയപ്പെട്ടു. അതിപ്പോ അർജന്റീന, എനിക്ക് തോന്നുന്നു ആ അർജന്റീനയുടെ കട്ടൗട്ടും റൊണാൾഡോയുടെ കട്ടൗട്ടും ഒക്കെ മറ്റേ മലപ്പുറത്തോ ഇവിടെ പൊങ്ങിയില്ലായിരുന്നു. ട്വിറ്ററിലും അർജന്റീന ട്വിറ്ററിലും അവരുടെ ഒഫീഷ്യൽ പേജുകളിലൊക്കെ ഷെയർ ചെയ്യുന്ന സാധനമാണ്. അന്ന് തന്നെ കേരളം അറിയപ്പെട്ടല്ലോ. അല്ല അങ്ങനെയല്ല, അത് വേറെ, ഇത് അല്ല, കേരളം അറിയപ്പെട്ടു, കേരളം അറിയപ്പെട്ടു എന്നുള്ള നമ്മളൊരു ഇത് പറയാം. അല്ല, അതെന്താ പറയുക, ഈ വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാരും വിചാരിക്കുന്നത് നമ്മളെ കണ്ടാ മതി എന്നുള്ളതാണ്. അതല്ല. ഇപ്പം നമ്മുടെ ഇപ്പൊ ഈ ISL പോലും 11 സീസൺ അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അത് പോരാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വലിയ ടീമുകൾ വന്ന് ഫണ്ട് ചെയ്യണം. കളി നടത്തണില്ല. അല്ല, ഇപ്പൊ തിരിച്ചു വരുന്നുണ്ട്. എന്താന്നറിയാ, ലാഭം നഷ്ടങ്ങൾ മാറുമ്പോ അതൊക്കെ മാറ്റങ്ങൾ വരും. അത് സ്വാഭാവികമാണ്, ഇല്ലാതെ പറയല്ല. ഞാനിപ്പോഴും ചോദിച്ചത് ഇവര് വന്നു കഴിഞ്ഞാൽ എന്ത് മാറ്റം നമുക്ക് ലഭിക്കും. അല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലസ്തീൻ വിഷയം ഉള്ളത് കൊണ്ട് മാത്രം അതിനകത്ത് ഒരു ഇച്ചിരി മെസ്സിക്ക് നെഗറ്റീവ് വരുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഉയരട്ടെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാം മനുഷ്യരാണ്. അല്ല, നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ നാട്ടില് കേരളത്തിൽ ഒന്നും ചെയ്യാൻ അങ്ങനെ പറയൂ. എന്ത് ചാൻസ് ഉണ്ട്. കാരണം അവര് നമ്മുടെ ഗസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ കാരണം പറയാ എന്ന് വെച്ചാൽ ഞാനിപ്പോ പറയണമെന്ന് പറഞ്ഞല്ലേട്ടാ. നമ്മുടെ കേരളത്തില് എന്ത് ചെയ്യരുതെന്ന് പറയണോ, അല്ല, അതുകൊണ്ട് അർജന്റീന ഫലസ്തീനെ എതിർത്ത കേസ് എല്ലാവർക്കും അറിയാം. അപ്പോ ഇവിടെ ഉള്ള ഫലസ്തീൻ സപ്പോർട്ടേഴ്സ് കാണുന്നത് അർജന്റീനക്കെതിരെ ശബ്ദിക്കാനുള്ള ഒരു വേദിയായിട്ട് അതിനെ കണ്ടുകൊണ്ട് അർജന്റീനക്കെതിരെ പറഞ്ഞ ഫലസ്തീൻ കൊടികള് വിഷയം. ഇവിടെ ആരും, ഇത് ഇന്ത്യയാണ്, ഇവിടെ നിനക്ക് പൊളിറ്റിക്സ് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അവിടെയും ഞാൻ പറയുന്നത് അത് സ്പോർട്സിനെ നശിപ്പിച്ചുകൊണ്ടാവരുത്. ഈ പറയുന്ന പോലെ തന്നെ ഇന്ത്യയിൽ ഞാൻ കാണുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വലിയ ഇവന്റ് ആയിരിക്കും. ലോകം സംസാരിക്കാൻ പോകുന്ന ഒരു ഇവന്റ് ആയിരിക്കും. ലോകം സംസാരിക്കുന്ന ഒരു ഇവന്റ് ആണ്. ഇതുപോലെ തന്നെ നമ്മുടെ വിജയുടെ ഇവന്റ് ആവരുത്. വിജയുടെ കേസിൽ മാത്രമാണോ ഇന്ത്യയിൽ ഇത് ആദ്യത്തെ സംഭവം? അല്ല, ഞാൻ അല്ലൂർജിന്റെ എന്റെ ഓർമ്മയിൽ പുഷ്പറ്റുവിന്റെ സമയത്ത് ഇത് ഇന്ത്യയില് ഈ പറയുന്ന പോലെ തന്നെ ഗ്യാതറിംഗിൽ മാത്രമല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ വീട് പണിയുന്നത്, ബിൽഡിംഗ്, ഞാനിപ്പോ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു കാര്യം പറയാം. ബിൽഡിംഗ് പണിയുന്നതിൽ എത്ര ബിൽഡിങ്സിന് ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള സേഫ്റ്റി പെർമിഷൻസ് കൊടുത്തിട്ട് ബിൽഡിംഗ് അതിന്റെ വർക്ക് ചെയ്യണ ഒരു വ്യക്തികൾക്ക് എനിക്ക് അറിയാം കാര്യങ്ങൾ നമ്മൾ ഇതില് ചർച്ച ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഓഫീഷ്യലി പറയാൻ പഞ്ചായത്തിൽ നിന്നൊക്കെ പെർമിഷൻ കിട്ടുന്നതിന്റെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്റെ വിശ്വാസം മെസ്സിയെ കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമല്ല, ഞാൻ അതിലെ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു മെസ്സി ആരാധകനായത് മെസ്സിയെ കാണുന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അതിൽ പോസിറ്റീവാണ്. പക്ഷേ ലോകം ജയിച്ച അല്ലെങ്കിൽ വേൾഡ് കപ്പ് ജയിച്ച ഒരു ടീമിനെയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ത്യ ഫുട്ബോളിൽ എന്ത് പ്രൂവ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമൊന്നുമല്ല, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന് ഈ പറയുന്നത് പോലെ ലോകകപ്പ് ജയിച്ചിട്ടുള്ള ഒരു ടീമിനെ, അതും കറണ്ടാണ്, കഴിഞ്ഞവരല്ല, ഇപ്പത്തവരെയാണ് കൊണ്ടുവരാൻ പറ്റുന്നത്. അവരെ കളിപ്പിക്കുകയാണ് ഇവിടെ. ബേസിക്കലി നമുക്ക് നമ്മുടെ പൊസിഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒപ്പം കളിപ്പിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്ത്യക്ക് ഒരു കാര്യമുണ്ട്, ഒരു സംഭവം ചെയ്തു, ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 10 കൊല്ലം കൊണ്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്, എസ്പെഷ്യലി സ്പോർട്സ് പോലത്തെ ഒരു സ്ഥലത്ത്. ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഇവിടെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ISL ഒരു 20 years കഴിയുമ്പോഴേക്കും നല്ല ഡിഫറൻസ് ആക്ച്വലി ക്ലബുകളുടെ കാര്യത്തിലായാലും ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിലാണെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇപ്പോ സൗദിയിലേക്കൊക്കെ ഇപ്പോഴേ അത്രക്ക് പൂമായിട്ട് ഏകദേശം അതാണ് നീ പറഞ്ഞ, അവിടെയാണ് നീ പറഞ്ഞ അതേ പോയിന്റ് വരുന്നത്. സൗദിക്ക് പിന്നെയും ഫണ്ട് ഉണ്ട്. അല്ല, അതാണ്. അപ്പോ പക്ഷേ ഈ 20 കൊല്ലം കഴിയുമ്പോഴേക്കും ബാക്കിലൊരു ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കൊണ്ടുകൊണ്ടിരിക്കണല്ലേ. അപ്പൊ അപ്പോഴും പിന്നോട്ട് തന്നെ അപ്പോഴും അത് നമ്മളത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ രാജ്യം കയറി അല്ല ഞാനിപ്പോ അതിന് വേറൊരു കേസും കൂടെ ഉണ്ട് കേട്ടോ. ഇതിപ്പം ഇത് വേൾഡ് കപ്പ് വിൻ ചെയ്ത ആരായിരുന്നെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിലും എന്റെ അഭിപ്രായം ഇത് തന്നെയായിരുന്നു. ഞാൻ പലസ്തീൻ വിഷയത്തിൽ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അർജന്റീന രാജ്യം ഈ ഡിസിഷൻ മാറ്റുന്നത് വരേക്കും അർജന്റീനയുടെ ഞാൻ വീഡിയോ ചെയ്യില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അർജന്റീന ഫലസ്തീന്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ട്.
എന്ത് ബേസ് ചെയ്ത് അതാ ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്ന്, ഞാൻ ഇതിൽ ഒരുപാട് ഫുട്ബോളിനെയും സ്പോർട്സിനെയും പൊളിറ്റിക്സിനെയും ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ട്, ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കേസ് എന്ന് പറയുന്നത് ഫിഫ എടുക്കാത്തതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഫിഫ ഇതിനകത്ത് എടുക്കാത്തത്. പക്ഷെ ഫിഫ ആക്ഷൻ എടുത്തിരിക്കും. ഈ പറയുന്നത് പോലെ എന്റെ അറിവിൽ ഇപ്പോ ഇസ്രായേൽ കളിക്കുകയാണ്, ഞങ്ങൾ കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യൽ കംപ്ലൈന്റുകളും ബാക്കി കാര്യങ്ങളും എല്ലാ രാജ്യങ്ങളും ഈ പറയുന്ന പോലെ കുറച്ചും കൂടെ മുന്നോട്ട് വന്നാൽ ഫിഫയ്ക്ക് ആക്ഷൻ എടുക്കാതെ വേറെ വഴിയൊന്നും ഉണ്ടാവില്ല. അപ്പം ഇതിപ്പോ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് സംസാരിക്കപ്പെടുന്നത്. കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ മാറ്റാൻ അല്ല ഇപ്പൊ അർജന്റീന വന്നതിന് നമുക്കൊന്നും ചെയ്യാനില്ല. അർജന്റീന എന്തായാലും അല്ലടാ, ഞാനതാ പറഞ്ഞു തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നതാണ്. ഇപ്പോഴും നീ നോക്ക്, പ്രീമിയർ ലീഗിലേക്ക് ഇപ്പൊ പോയ നമുക്ക് പറയാനായിട്ടുള്ളത് ആരാ? രാഹുലാണ്. എന്ന് വെച്ചാൽ പ്രീമിയർ ലീഗിൽ അല്ലെങ്കിലും പോയത് രാഹുലാണ്. ഇതൊരു സ്റ്റാർട്ടാണ്. ഞാൻ കാണുന്നത് അങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സിയുടെ വരവാണെങ്കിൽ പോലും ഇതൊരു വലിയൊരു സ്റ്റാർട്ടാണ്. രാഹുൽ പോയതൊക്കെ ഓക്കെയാണ്, ഇല്ലാന്നും പറയണ്ട. രാഹുൽ കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഞാൻ കണ്ടു, മറ്റേ റിപ്പോർട്ടറിൽ തന്നെ കൊടുത്തല്ലേ ഒരു സ്റ്റേറ്റ്മെന്റ്. പക്ഷെ എന്താണെന്നറിയോ, അതിപ്പോ കളിയിൽ നിൽക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് ചടപ്പെന്ന് നമ്മൾ പറയും ഉണ്ടാവും. അതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സാധാരണ മറ്റു ടീമുകൾ തമ്മിലാണ് ഒരു ഫൈറ്റിങ് കാര്യങ്ങൾ. പക്ഷെ ഒരു ടീമിന്റെ അകത്ത് തന്നെ അവരുടെ മാനേജർമാരും അല്ലെങ്കിൽ ഇത് നമ്മുടെ ഇവിടെ എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ പൊളിറ്റിക്സ്, അതാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന ഓരോ സാധനമാണ്. അർജന്റീന ആരാണ്ട് എന്തോ പറഞ്ഞില്ല, കഴിഞ്ഞ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ ടീമിനെ പറ്റി തന്നെ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട്. കബഡി നിരത്തി വെക്കണമെന്നോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട്. കാരണം അവര് ജോലിസിനെ ടീമില് ഗോളി ആര് നിർത്തണം, ഏത് ഫോർവേഡ് കളിക്കണം, ആര് ബാക്ക് കളിക്കണം. അല്ല പിന്നെ അന്ധവിശ്വാസം, അത് വേറെ വിശ്വാസം ഉണ്ട്, വേറെ കാര്യമുണ്ട് കേട്ടോ. ഇന്ത്യ ഇപ്പൊ എന്തൊക്കെ നിക്കണ ഈ നാട്ടില് ഈ അർജന്റീന വന്നു കഴിഞ്ഞാൽ അർജന്റീന പറയില്ലേ? അത് ഒറ്റയ്ക്ക് ഇപ്പൊ ലാസ്റ്റ് ഒറ്റ ഇത് പറഞ്ഞ് കൺക്ലൂഡ് തന്നെയാണ്. ഇനി നമ്മൾ സംസാരം തീരുവില്ല എനിക്ക് ഉറപ്പാണ്. അല്ലടോ, ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്ന് ഞാൻ ഫിനിഷ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു പുതിയ തുടക്കമാണ്. എന്റെ ക്വസ്റ്റ്യൻ അപ്പൊ അതായിരുന്നു. പറഞ്ഞ അർജന്റീന കേരളത്തിലോട്ട് വരുന്നത് കൂടി ഈ സൈഡിലെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചേക്കാം. ഇപ്പോ പ്രശ്നങ്ങൾ പറയാനാണ് ഈ പറഞ്ഞ സെക്യൂരിറ്റി റീസൺസ് ആയിക്കോട്ടെ, ബാക്കിയുള്ള ഓഡിയൻസിന്റെ ഇതായിക്കോട്ടെ, ടിക്കറ്റ് ആയിക്കോട്ടെ, മെസ്സി എന്തോരം നേരം കളിക്കുന്നുള്ളതായിക്കോട്ടെ. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പം ഇവിടെ 5000 രൂപയുടെ ടിക്കറ്റ് എന്ന് പറഞ്ഞില്ലേ, മുംബൈ കൊൽക്കത്ത സാധനമില്ലേ, അല്ലല്ല 5000 എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് മെസ്സിയെ കാണാനുള്ള ഒരു ടിക്കറ്റിന്റെ പ്രൈസ് എത്രയാണെന്ന് അറിയാം. അതായത് കൊൽക്കത്തയിലെ ഏതൊരു പ്രോഗ്രാം, എന്ത് പ്രോഗ്രാമിന്റെ അത് എനിക്കറിയില്ല, 9 ലക്ഷം 10 ലക്ഷം എന്തോ ആണ്. അല്ല ഇപ്പോ സൗദിയിൽ ഒരു മാച്ച് കഴിഞ്ഞ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്റർ മയാമി അൽ നാസർ, ക്രിസ്ത്യാനോ വേഴ്സസ് മെസ്സി, ബാറ്റിൽ ഓഫ് ദ ഗോട്ടുകളുടെ മാർക്കറ്റ് ചെയ്തത്. ടിക്കറ്റ് ഏറ്റവും മുകളിലത്തെ ടിക്കറ്റ് ഉണ്ടല്ലോ, 2 ലക്ഷം 3 ലക്ഷം ടിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോവാൻ വരെ ഇതിൽ നിൽക്കണായിരുന്നു. പക്ഷേ ക്രിസ്ത്യാനോ ഇഞ്ചറി ആയിട്ട് മാറി. ക്രിസ്ത്യാനോ മെസ്സി 5 മിനിറ്റ് കൊടുത്ത ടിക്കറ്റ് മുതലാക്കിയത് അത്രേ ഉള്ളൂ. അപ്പൊ മെസ്സി അതേപോലെ ഇവിടെ 5 മിനിറ്റ് കളിക്കാനാണോ ചിലപ്പോ അതൊന്നും പ്രതീക്ഷിക്കാട്ടോ. ഒരു ഇമ്പോർട്ടന്റ് കേസ് പറയാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ ഫിക്സ്ചർ ഇട്ടേക്കണത് യൂറോപ്യൻ കലണ്ടർ നോക്കിയിട്ടാണ്. മെസ്സി MLS കളിക്കുന്നത് അമേരിക്കൻ കലണ്ടറാണ്. മെസ്സിയുടെ കലണ്ടർ പ്രകാരം ഇന്റർ മിയാമിക്ക് നവംബറിലെ മാച്ചസ് ഉണ്ട്. യൂറോപ്പിൽ ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ബ്രേക്ക് ആണ്. അത് എന്തോരം ബാധിക്കും, അതൊരു മെയിൻ ഫാക്ടറാണ്. അപ്പോ അർജന്റീന ടീമല്ലേ വരുന്നത്. എന്റെ പൊന്നു വെച്ചാൽ ഞാൻ അതിൽ വേറെ സീൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം മെസ്സി ഇഷ്ടമാണ്, അത് കൂടുതലാണ്. ഇപ്പം എനിക്ക് കൊൽക്കത്ത പോയി കൊണ്ടുകൂടെ, ആ ഒരു സീൻ ഉണ്ട്. പക്ഷെ അർജന്റീന ഇവിടെ വന്ന് കളിക്കുമ്പോൾ അത് കാണുന്നത് ഒരു രസമായിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ നിങ്ങൾ പറഞ്ഞാലും മെസ്സി വന്നില്ലെങ്കിൽ ക്രൗഡ് കുറവ് കിട്ടും. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അത്ര നേരം കളിക്കുന്നുള്ള. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്ന് വെച്ചാൽ 2022 മാച്ച് വരുന്ന സമയത്ത് ഈ പ്ലേയേഴ്സിന് ഇത്രമാത്രം ഫാൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനൊരു ആർഗ്യൂ ആയിട്ട് പറയല്ല. പക്ഷെ ആ വിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ അർജന്റീനയുടെ ഓരോ പ്ലേയേഴ്സിനും ഇല്ലേ ഭയങ്കരമായിട്ടുള്ള ഫാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് മെസ്സി ഇല്ലെങ്കിൽ ഈ പറയുന്ന ക്രൗഡ് ഉണ്ടാവുക എന്നുള്ള ചോദ്യമൊക്കെ ഒരു വലിയ ചോദ്യം. ഇല്ലെങ്കിൽ അവർ ഉണ്ടാവൂല ഒരിക്കലും അവര് പറയാൻ പോണില്ല. അല്ല എന്റെ ഇപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒറ്റ ഇതേ ഉള്ളൂ, ഇതുകൊണ്ട് മാറ്റം ഉണ്ടാവില്ല. നിന്റെ മൂന്നാമത്തെ ലാസ്റ്റ് അതാ പറഞ്ഞ അതിന് ഉത്തരമൊന്നുമില്ല, മാറ്റം ഉണ്ടാവില്ല. എനിക്കൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഞാനതാ പറഞ്ഞത്, ഞാൻ കാണുന്ന ഒരു ഫ്യൂച്ചർ ഉണ്ട് ഫുട്ബോളിന്. ഒരു പാത്ത് ബ്രേക്കിംഗ് ആയിരിക്കും. ഇതൊരു പാത്ത് ബ്രേക്കിംഗ് ആണ്. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സും ബാക്കി കാര്യങ്ങളും. കാര്യം ഞാനത് എന്റെ ഓർമ്മയില് രാജുവേട്ടൻ തന്നെയാണ് സൂപ്പർ ലീഗിന്റെ സമയത്ത് പറഞ്ഞത്.
കേരളം മാത്രമല്ല ഇന്ത്യ ഫുട്ബോൾ ടാപ്പിനായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ല. അതിന് ഈ പറയുന്നത് പോലുള്ള ലീഗുകളും മറ്റു കാര്യങ്ങളും വന്നാലേ പറ്റുള്ളൂ. അതിന് ഈ പറയുന്ന പോലെ പ്ലേയേഴ്സും വരണം. എന്നാൽ മാത്രമേ ഈ പറയുന്നത് പോലെ തന്നെ ഇന്ത്യയിൽ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനൊരു ഉത്തരം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മുടെ ഒരു സംഭവം കണ്ടു, ഇന്ത്യയെ കുറിച്ച് അറിയുന്നു, ഇവിടെ ഫാൻസ് ഉണ്ടെന്ന് അറിയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ ഇതൊരു വലിയ മാറ്റമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആൻഡ് അമ്മ പറഞ്ഞതുപോലെ ഇതൊരു വളരെ മർമ്മപ്രധാനമായൊരു ദിവസം ഈ പറഞ്ഞ പോലെ വാക്കുകളുമായി മാറട്ടെ. അർജന്റീന വരുന്നതോടുകൂടി കേരളത്തിലെയും ഇന്ത്യയുടെയും ആ ഒരു ഫുട്ബോളിംഗ് ഘടകവും ആ ഒരു ഫുട്ബോളിംഗ് ചരിത്രവും ഇമോജും എല്ലാം മാറട്ടെ. ഇപ്പോ നിസാദ് പറഞ്ഞതുപോലെ എനിക്ക് സത്യം പറഞ്ഞ പ്രതീക്ഷയില്ല. ഇന്നെങ്ങനെയാണോ അതേപോലെ തന്നെ ഇരിക്കും ഭാവിയിലോട്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നതുകൊണ്ട്. എനിവേസ് താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ കമ്മിങ്. സന്തോഷം.